കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണുന്നത് കഥാനായികയായിട്ടുള്ള യുവിയാണ്. അവളിപ്പോ കത്തിയൊക്കെ പിടിച്ച് ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടോ പോവാനുള്ള പുറപ്പാടിലാണ്. പക്ഷെ അവളിപ്പോ ഉള്ളത് ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഡോക്ടർ ഇവളെ പരിശോധിക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ ആയിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഇവള് ഒന്നും അറിയാത്ത പോലെ ആ ഒരു ബെഡിൽ ചെന്ന് കിടക്കുന്നു. അങ്ങനെ ഡോക്ടറും മെഡിസിൻ ഒക്കെ കൊടുക്കാനായിട്ട് വരുമ്പോ ഇവൾ അവരോട് എന്നെ എപ്പോഴാണ് എന്റെ മിഷൻ പൂർത്തീകരിക്കാനായിട്ട് പറഞ്ഞയക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോ നേഴ്സ് ഇവളോട് ഈ മരുന്നൊക്കെ കഴിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് അത് കഴിപ്പിക്കുന്നു. സത്യത്തില് ഇപ്പൊ ഇവൾ ആരാണ് എന്താണ് എന്ന കാര്യങ്ങളൊന്നും ഒരു ഓർമ്മയില്ല. അവളെ പറ്റിയുള്ള പഴയ കാര്യങ്ങൾ ഒന്നും തന്നെ ഇവൾക്ക് ഓർമ്മയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉള്ളത്. അങ്ങനെ ഇവള് മരുന്ന് കഴിച്ചു എന്ന് കരുതി ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിയുമ്പോ ഇവള് ആ ഒരു മെഡിസിൻ സത്യത്തില് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളത് തുപ്പിക്കളയുന്നു. അവൾക്ക് ഇനിയും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ താമസിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവള് അവിടെ നിന്ന് ചാടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവളിപ്പോ ആ ഒരു റൂമിൽ നിന്ന് ചാടിയിരിക്കുകയാണ്. പക്ഷെ ആ ഒരു കാര്യം ഡോക്ടർ അറിയുന്നു. മാത്രമല്ല CCTV ദൃശ്യങ്ങളും ഇവളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അവളെ മിസ്സിംഗ് ആയ കാര്യം മനസ്സിലാക്കി ഡോക്ടർ നല്ലോണം തന്നെ പേടിക്കുന്നു. കാരണം അതെങ്ങാനും ആ മനുഷ്യൻ അറിഞ്ഞാൽ തീർന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ പേടി. ഇവളെ ആ ഹോസ്പിറ്റലിൽ ആക്കിയത് ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇവര് അവളെ അവിടെ മുഴുവൻ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവള് ഇവരുടെയൊക്കെ മുന്നിലൂടെ തന്നെ ഒരു ഡോക്ടറിന്റെ കോട്ടൊക്കെ എടുത്തിട്ട് രക്ഷപ്പെടുന്നു. അതിനുശേഷം ഇവള് മനസ്സില് നിങ്ങളൊക്കെ എത്ര എന്നെ പൂട്ടിവെക്കാൻ നോക്കിയാലും ഞാനൊരു കില്ലറാണ്, പുറത്ത് ചാടിയിരിക്കും എന്ന് പറഞ്ഞ് ഒരാളുടെ ഫോട്ടോ എടുത്തു നോക്കുന്നു. ഇയാളെ കൊല്ലാനാണ് ഇവളിപ്പോ പുറത്ത് ചാടിയിരിക്കുന്നത്. അത് മറ്റാരുമല്ല നമ്മുടെ കഥാനായകനായിട്ടുള്ള ലൂ തന്നെയാണ്. അങ്ങനെ ഇവള് ലൂ ഉള്ള സ്ഥലം നോക്കി അവനെ കൊല്ലാനായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ കാറ് തുറന്ന് ഇറങ്ങുമ്പോ തന്നെ കുത്തിക്കൊല്ലണം എന്നാണ് ഇവളുടെ പ്ലാൻ. ഒരുപാട് സാഹസികതകളൊക്കെ വലിയ കില്ലറാണ് എന്ന് തോന്നിപ്പിക്കാനായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ പാളി പോകുന്നു. എന്നാൽ അവള് കാണിക്കുന്ന ആ കോപ്രായങ്ങള് എല്ലാം തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള ലൂ കാറിലിരുന്ന് കാണുന്നു. സത്യത്തില് ലൂ യുവിയുടെ ഹസ്ബൻഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള വ്യക്തി ലൂ തന്നെയാണ്. ഇവന്റെ വൈഫ് ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയത് ഡോക്ടർ ഇവനോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് ഇവൻ ഇവളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടറോട് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അവളെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. എന്നാൽ അവള് കാണിക്കുന്ന ആ കോപ്രായങ്ങളെ എല്ലാം തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയും കാണുന്നു. ഇവള് പമ്മി ചെല്ലുന്നത് പോലെ ആ സെക്യൂരിറ്റിയും ഇവളെ എന്താണ് കാണിക്കാൻ പോകുന്നത് എന്ന് നോക്കാനായിട്ട് അവളുടെ പിറകെ തന്നെ ചെല്ലുന്നു. എന്നിട്ട് അയാൾ ഇവളോട് നീ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ അവള് പെട്ടെന്ന് അത് ഞാൻ പിന്നെ എന്റെ കാർ എടുക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ഒരു കാറിന്റെ അടുത്തേക്ക് പോവാൻ തുടങ്ങുമ്പോ ആ ഒരു കാറ് അതിന്റെ ഓണർ എടുത്തോണ്ട് പോകുന്നു. അപ്പോ ഇവള് പെട്ടെന്ന് ഞാനിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് വന്നതാ എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ചൂലെടുക്കാൻ പോകുമ്പോഴേക്കും ആ ഒരു ക്ലീനർ വന്ന് അത് എടുത്തോണ്ട് പോകുന്നു. പിന്നെ അവളെ ആ സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാളെ പറ്റിച്ച് അവിടെ നിന്ന് ഓടുന്നു. പക്ഷെ അങ്ങനെ ഇവള് ഓടി രക്ഷപ്പെട്ട് വരുന്നത് നമ്മുടെ ലൂവിന്റെ കാറിന്റെ അടുത്തേക്ക് തന്നെയാണ്. പക്ഷെ അവളത് അറിയുന്നില്ല. അകത്ത് ആളുള്ള കാര്യവും ഇവള് ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അവൾ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് ലൂ കാണുന്നു. അതിനുശേഷം ഇവള് ലൂവിന്റെ ഫോട്ടോ എടുത്ത് ഇയാള് ലൂ ഫാമിലിയിലെ ഏറ്റവും സ്റ്റാറ്റസ് കുറഞ്ഞ വ്യക്തിയാണ്. മാത്രമല്ല കൈകൾക്കൊക്കെ ശക്തിക്കുറവുണ്ടെന്നാ കേട്ടത്. അത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ കൊല്ലുന്നത് എനിക്ക് വളരെ ഈസി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം തന്നെ ലൂവും കേൾക്കുന്നുണ്ട്. അതിനുശേഷം ഇവള് ആ ഒരു ഫോട്ടോയില് അവനെ കൊല്ലുന്ന രീതിയിൽ മാർക്ക് ചെയ്തിട്ട് നീ ഇപ്പോഴാ കാണാ സുന്ദരനായത് എന്ന് പറഞ്ഞ് ചിരിക്കുമ്പോ ലൂ പെട്ടെന്ന് വണ്ടിയുടെ ഗ്ലാസ് താഴ്ത്തി എങ്കിൽ പിന്നെ എന്നെ കൂടി ഒന്ന് കാണിക്ക, ഞാനും ഒന്ന് കാണട്ടെ എന്ന് പറയുന്നു. പെട്ടെന്ന് യുവി ലൂവിനെ കണ്ട് ഷോക്കായി പോകുന്നു. അവൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇവള് പേടിച്ച് കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയും താഴെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ലൂവിന്റെ ആളുകള് ഇവളെ വിടുന്നില്ല. പെട്ടെന്ന് അവൻ വന്ന് ആ ഒരു ഫോട്ടോ എടുക്കുമ്പോ ഇവള് എന്ത് പറയണോന്ന് അറിയാതെ ബബ്ബ അടിക്കാണ്. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും താഴെ വീഴുന്നു. എല്ലാം കൊണ്ടും പണി പാളി എന്ന് മനസ്സിലാക്കി വീണ്ടും ഇവളൊരു അടവെടുത്ത് ആരാണ് ഈ കത്തി ഇവിടെ എടുത്തിട്ടത്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞ് നാടകം കളിച്ച് നൈസിന് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അവര് അവളെ വിടുന്നില്ല. എന്നിട്ട് അവരിവളോട് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഈ കത്തി വീഴുന്നത് ഞങ്ങൾ എല്ലാരും കണ്ടതാണ്, പിന്നെന്തിനാണ് ഈ നാടകം കളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് പെട്ടെന്ന് ഇനി കള്ളം പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു കത്തി എടുത്ത് സ്വയം കുത്തി നിങ്ങളല്ലേ തെറ്റിദ്ധരിച്ചതാ, ഇത് ഫേക്ക് ആയിട്ടുള്ള കത്തിയാണ്, ഒറിജിനൽ ഒന്നും അല്ല, ഇനി ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ ലൂ അവളോട് ഈ കത്തി ഫേക്ക് ആണ് ഓക്കെ, പക്ഷെ നീ എന്തിനാണ് എന്റെ ഫോട്ടോ കൈകൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് അത് പിന്നെ എനിക്ക് നിങ്ങളോട് ഒരുപാട് നാളായിട്ട് ക്രഷ് ആണ്, നിങ്ങൾ നല്ല ഹാൻസം അല്ലേ, മാത്രമല്ല നല്ല കോടീശ്വരനും, ഒരുപാട് നാളായിട്ട് എനിക്ക് നിങ്ങളോട് ഭയങ്കര ആരാധനയാണ് എന്ന് പറയുമ്പോ ഇവള് ആ ഒരു ഫോട്ടോയിൽ അവന്റെ മുഖം ക്രോസ് ചെയ്തേ കാണല്ലോ. അതുകൊണ്ട് തന്നെ ലൂ അവളോട് നിനക്കെന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ
എന്തിനാ നീ എന്റെ ഫേസ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് പെട്ടെന്ന് അതെന്റെ ലവ് സിമ്പിൾ ആണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവളെ വിട്ടുകളയാതിരിക്കാനായിട്ട് ലൂ പെട്ടെന്ന് നെഞ്ചുവേദന പോലെ ഫീൽ ആയിട്ട് അവിടെ വീഴുന്നു. ഉടനെ തന്നെ അവന്റെ ഗാർഡ്സ് അവളെ തൂക്കിക്കൊണ്ടുവന്ന് മര്യാദയ്ക്ക് ഞങ്ങളുടെ ബോസിനെ രക്ഷിക്കാനായിട്ട് പറയുന്നു. നീ കാരണമാണ് ഞങ്ങളുടെ ബോസ് ഇങ്ങനെ ആയതും എന്നും പറയുന്നു. അപ്പൊ ഇവള് നിങ്ങളുടെ ബോസിന് വയ്യെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോക്കോ, അല്ലാണ്ട് ഞാനിതിൽ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോ അവര് ഇവൾ ആ ഒരു കോട്ടൊക്കെ ഇട്ടേക്കുന്നത് കണ്ട് നിങ്ങളൊരു ഡോക്ടർ അല്ലേ, നിങ്ങൾ തന്നെ മര്യാദയ്ക്ക് ഞങ്ങളുടെ ബോസിനെ രക്ഷിക്കാനായിട്ട് പറയുന്നു. ഇവൾക്ക് അവരോട് സത്യം പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവള് അതെ ഞാൻ ഡോക്ടർ തന്നെ ഞാൻ തന്നെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് ഇവള് അവന് CPR കൊടുക്കുന്നുണ്ടെങ്കിലും ലൂ അഭിനയിച്ചു കിടക്കാണല്ലോ, അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം എഴുന്നേൽക്കുന്നില്ല. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇവൾ അവന് കൃത്രിമ ശ്വാസം കൊടുക്കാൻ നോക്കുന്നു. പക്ഷെ അവൻ ആ ഒരു അവസരം മുതലാക്കി അവളെ കിസ് ചെയ്യുന്നു. ഇവള് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മാറുന്നു. അപ്പോഴേക്കും ലൂവും ഓക്കെ ആയതുപോലെ എഴുന്നേൽക്കുന്നു. അപ്പോ അത് കണ്ട് ഇവള് ഗാർഡ്സിനോട് കണ്ടില്ലേ, ഞാനാണ് നിങ്ങളുടെ ബോസിനെ രക്ഷപ്പെടുത്തിയത്, ഞാനില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വീമ്പ് കാണിക്കുന്നു. അങ്ങനെ ലൂവും അവളോട് ശരി നീ തന്നെയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, അതുകൊണ്ട് ഞാൻ നിനക്കൊരു ചാൻസ് തരാനായിട്ട് പോവാണ്. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് തിരിച്ച് ഇഷ്ടം തോന്നിപ്പിക്കാനായിട്ട് ഞാൻ നിനക്ക് എന്റെ ഡ്രൈവറായിട്ട് ഒരു അവസരം തരാണ്, നീ എന്റെ കൂടെ കൂടിക്കോ എന്ന് പറയുമ്പോ ഇവള് ആദ്യം അതിനോട് യോജിക്കുന്നില്ല. പക്ഷെ ഒന്നാലോചിക്കുമ്പോ ഇയാളെ കൊല്ലാനുള്ള ഏറ്റവും എളുപ്പ വഴി അയാളുടെ കൂടെ നിൽക്കുന്നത് തന്നെ ആണല്ലോ. അതുകൊണ്ട് തന്നെ അവളും ചാടിക്കേറി ഓക്കെ പറയുന്നു. അതിനുശേഷം ലൂ നേരെ ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. പക്ഷെ ആ ഒരു വീട് കാണുന്ന സമയത്ത് ഇവൾക്ക് മുന്നേ തന്നെ ആ ഒരു വീട് കണ്ടിട്ടുള്ളത് പോലെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് തന്നെ ലൂവിനോട് ഈ വീട്ടില് ഞാൻ മുന്നേ വന്നിട്ടുണ്ടോ, എനിക്ക് ഈ വീട് കണ്ടതുപോലെ ഓർമ്മ വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ലൂ നിനക്ക് ശരിക്കും ഈ വീട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ യൂവി ഞാനിവിടെ വരാൻ ഒരു ചാൻസും ഇല്ല, എന്റെ സ്വപ്നത്തില് ഇങ്ങനൊരു വീട് പണിയണമെന്നാണ്, ചിലപ്പോ അതുകൊണ്ട് തോന്നുന്നതായിരിക്കും എന്ന് പറയുന്നു. അതിനുശേഷം ലൂ ഇവളെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുമ്പോ ചെന്ന് കേറുമ്പോ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോ അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് യൂവി കാണുന്നു. അവൾക്ക് അത് കണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവളുടെ മനസ്സില് ലൂ അവളുടെ ശത്രു ആണല്ലോ, പഴയ കാര്യങ്ങള് ഒന്നും തന്നെ ഇവൾക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോ ഇവൾക്ക് പെട്ടെന്ന് ബോധക്കേട് വരുന്നു. ഉടനെ തന്നെ ലൂ ആ ഫോട്ടോയൊക്കെ സെർവൻസിനോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റാനായിട്ട് പറയുന്നു. അത് വീണ്ടും വീണ്ടും കണ്ടു കഴിഞ്ഞാൽ ഇവള് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇവൾക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവളുടെ ഡോക്ടറും ഇവളെ പരിശോധിക്കാനായിട്ട് അങ്ങോട്ട് എത്തുന്നു. എന്നിട്ട് അവളെ ചെക്ക് ചെയ്തിട്ട് ലൂവിനോട് എത്രയും പെട്ടെന്ന് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് നല്ലത് എന്ന് പറയുന്നു. സത്യത്തില് ഇവൾക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് ഒരു ആക്സിഡന്റിലാണ്. ഒരു ആക്സിഡന്റ് സംഭവിച്ചാണ് ഇവൾക്ക് അവളുടെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവളുടെ തലച്ചോറിലെ ചില ഞരമ്പുകളൊക്കെ ഇപ്പോഴും കംപ്ലൈന്റ് ആണ്. സോ ഇവളെ സിനിമകളോ ഡ്രാമകളോ ഒക്കെ കാണുന്ന സമയത്ത് അതിലെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഇവള് സ്വയം ആണ് എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് ഒരു കില്ലർ ആയത്. അങ്ങനെ ഡോക്ടർ ലൂവിനോട് ഇപ്പൊ ഇവള് ഒരു കില്ലർ ആണ് എന്നാണ് സ്വയം ചിന്തിക്കുന്നത്. അവളെ കൊല്ലാൻ നടക്കുന്നത് നിന്നെയാണ്, അതത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടില്ലേ, നീ ഇവളുടെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞാല് അതൊരിക്കലും ഇവളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം അവൾക്കത് എങ്ങനെയാണ് എന്നുള്ള ഓർമ്മകള് ഒന്നും തന്നെ ഇല്ല. സോ അവള് കോമയിലോട്ട് പോകാനുള്ള ചാൻസ് വരെ കൂടുതലാണ്. അല്ലെങ്കിൽ പിന്നെ അവള് നിന്നെ എന്നേക്കുമായിട്ട് മറക്കും. ഇതിൽ എന്ത് തന്നെ ആയാലും അവള് നിന്നെ ഓർക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവളെ ഇവിടെ നിർത്തണ്ട എന്ന് പറയുമ്പോ ലൂ ഡോക്ടറോട് ഇവള് എന്റെ വൈഫല്ലേ, എത്ര വർഷമായിട്ട് ഇവളെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കഴിയുന്നത്, ഇനി ഞാൻ തന്നെ ഇവളെ നോക്കിക്കോളാം, അവൾക്ക് എന്നെ ഓർമ്മയില്ലെങ്കിലും എനിക്ക് അവളെ മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടർ അയാള് പറയുന്നത് ഇവൻ കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാണിക്ക്, വരുന്നതൊക്കെ സ്വയം അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേൽക്കുമ്പോൾ കഴിക്കാനുള്ള ടാബ്ലറ്റും അവനെ ഏൽപ്പിച്ചിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും യുവിയും എനിക്കെന്താ പറ്റിയ എന്ന് ചോദിച്ച് എഴുന്നേൽക്കുന്നു. അപ്പൊ ലൂ അവളോട് നിന്റെ ഷുഗർ ലോ ആയതാണ്, അതാ ബോധം കെട്ടി വീണത്, ഇന്ന് മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ ടാബ്ലറ്റ് കൊടുക്കുന്ന സമയത്ത് അവൾക്കത് കാണുമ്പോ ഇവൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന് ആ ഒരു മരുന്ന് തന്നെയാണല്ലോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടറും ഇയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിച്ച് ഇവള് ആ ഒരു മരുന്ന് കഴിക്കുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിലും ലൂ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇവള് അതേപോലെ തന്നെ തുപ്പിക്കളയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പിറ്റേന്ന് ഇവളെ കിച്ചണില് ഒരു ടീ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കാണ് ലൂവിന് വേണ്ടി. അപ്പോഴേക്കും ലൂ അങ്ങോട്ടേക്ക് വന്ന് നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ അവള് ഞാൻ ബോസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു ടീ റെഡിയാക്കാണ്, ബോസ് അവിടെ പോയിരുന്നുള്ളൂ, ഞാൻ അങ്ങ് കൊണ്ടുവന്നേക്കാം എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അതിനുശേഷം അവള് ആ ഒരു ചായയിലേക്ക് എന്തോ ഒരു വിഷം ലൂവിനെ കൊല്ലാനായിട്ട് ചേർക്കുന്നു. അതിനുശേഷം ആ ഒരു ചായ ലൂവും ക്ലൈനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് കൊണ്ടുചെന്ന് കൊടുക്കുന്നു. എന്നാൽ ലൂ ആ ഒരു ചായ മണത്ത് നോക്കിയിട്ട് കുടിക്കുന്നില്ല. അവൻ അറിയാലോ ഇവളെ വിശ്വസിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പോ ഇവള് അവൻ കുടിക്കാതിരിക്കുമ്പോ പെട്ടെന്ന് കുടിക്ക് എന്ന് പറഞ്ഞ് അവനെ നോക്കുമ്പോ ഇവനും അവളെ തുറച്ചു നോക്കുന്നു.
പെട്ടെന്ന് ഇവള് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. അപ്പൊ ആ വന്നേക്കുന്ന ക്ലയന്റ്, മിസ്റ്റർ ലു, നിങ്ങൾക്ക് ഈ പ്രോജക്റ്റിന്റെ സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് അയാള് ചിയേഴ്സിനായിട്ട് ചായ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോ ലു ആണെങ്കിൽ അവന്റെ ആ ഒരു ചായ തുറന്നു നോക്കിയിട്ട്, ഇല്ല, എനിക്ക് ഈ ചായ കുടിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് അയാളോട് പറയുന്നു. അപ്പൊ ക്ലയന്റ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കുമ്പോ ലു അയാളോട് ഒന്നും പറയാതെ യുവിയോട്, നീ ഇതില് വിഷം വല്ലതും ചേർത്തായിരുന്നോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കേട്ട് അവളും അതേപോലെ തന്നെ വന്നേക്കുന്ന ക്ലയന്റും ഷോക്ക് ആവുന്നു. വിഷോ, എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിച്ച് അയാളെ സീനാക്കുന്നു. അപ്പോ യുവി, ബോസ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ എന്തിനാ നിങ്ങൾക്ക് വിഷം തരുന്നത്, എനിക്കതിന്റെ ആവശ്യം എന്താണ്, നിങ്ങൾ തെളിവില്ലാതെ ഒന്നും സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ ലു ആ ഒരു ചായ തുറന്ന് കാണിച്ചിട്ട്, ഇത് ഗ്രീൻ ടീ അല്ലേ, പിന്നെ എങ്ങനെയാ ഈ കളർ വരുന്നത് എന്ന് ചോദിക്കുമ്പോ ആ ക്ലയന്റും, അത് ശരിയാണല്ലോ, ഇത് ഗ്രീൻ ടീ അല്ലേ, പിന്നെ എങ്ങനെ ഇത് ബ്രൗൺ കളർ ആയത് എന്ന് ചോദിക്കുമ്പോ യുവി പെട്ടെന്ന് അവനോട്, അയ്യോ അത് പിന്നെ ഞാനിത് ബോസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിരുന്നില്ലേ, ബോസിന്റെ എനർജിക്കും ഹെൽത്തിനും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇതിൽ ഞാൻ ചില ചോക്ലേറ്റ് പൗഡറും മറ്റു ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിരുന്നു, അതുകൊണ്ടാണ് ഈ കളറ് എന്ന് പറയുന്നു. അപ്പൊ ലു എഴുന്നേറ്റ്, ഓ അപ്പൊ ഈ ചായ നല്ല ഹെൽത്തി ആണല്ലേ, എങ്കിൽ പിന്നെ നീ ഇതൊന്ന് കുടിച്ചു കാണിച്ചേ എന്ന് പറഞ്ഞ് ഇവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നു. അവളെ പെട്ടെന്ന് അത് കണ്ട് ഷോക്കായി അത് അവന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചിട്ട്, ഇത് ഞാൻ ബോസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഇതെങ്ങനെയാ ഞാൻ കുടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ആ ക്ലയന്റ്, വിഷം തന്ന് ആളെ കൊല്ലാൻ നോക്കിയതും പോരാ, നീ അഭിനയിക്കുന്നോ, ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാൻ പോവുക, അവര് വന്ന് നിന്നെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോ യുവി അയാളോട്, നിങ്ങൾ എന്തിനാ പോലീസിനെ വിളിക്കുന്നത്, അതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇയാള്, പോലീസ് വന്ന് ഈ ചായ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യിക്കുമ്പോ അവർക്ക് വേണ്ട തെളിവ് കിട്ടിക്കോളും എന്ന് പറഞ്ഞ് അയാള് പോലീസിനെ വിളിക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോ ലു അയാളുടെ ഫോൺ വാങ്ങി വെച്ചിട്ട്, ഇതെന്റെ പേഴ്സണൽ മാറ്റർ ആണ്, ഇതിൽ നിങ്ങൾ തലയിടണ്ട, പിന്നെ എനിക്ക് നിങ്ങളോടൊപ്പം ഈ പ്രോജക്ട് ചെയ്യാൻ ഒരു താല്പര്യമില്ല എന്ന് പറയുമ്പോ ഇയാള് പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിച്ചത്, നിന്റെ ഈ സ്വഭാവം കാരണം തന്നെയാണ് നിന്നെ ലു ഫാമിലിനെ അടിച്ചു പുറത്താക്കിയത്, ഞാൻ നിനക്ക് കാണിച്ചു തരാം, നിന്നെ ഞാൻ ഒരു പാഠം എടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് അയാള് ബഹളം വെക്കുമ്പോ യുവി പെട്ടെന്ന് ആ ഒരു തെളിവ് നശിപ്പിക്കണമല്ലോ, ആ ഒരു വിഷം ചേർത്ത ചായ, അതിനുവേണ്ടി അയാളോട്, നിങ്ങൾ എന്ത് തോന്നിവാസ എന്റെ ബോസിനോട് പറയുന്നത് എന്ന് ചോദിച്ച് ആ ഒരു ചായ എടുത്ത് അയാളുടെ മുഖത്തോടെ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പൊ അത് കണ്ട് ഷോക്കായി ലു ഇവളെ നോക്കുമ്പോ ഇവളെ പെട്ടെന്ന്, ബോസ്, ഇയാള് കുറച്ച് ഓവർ ആയിട്ടല്ലേ സംസാരിക്കുന്നത്, ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ചെയ്തത് എന്ന് പറയുമ്പോ ഈ ക്ലയന്റ്, നീ ആരോടെ എങ്ങനെ ചെയ്തതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോ ലു അയാളോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അയാളെ കേൾക്കുന്നില്ല. യുവിയോട് കുറച്ച് മോശമായിട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പോ അത് കണ്ട് നല്ല ദേഷ്യം വന്ന് ലു അയാൾക്ക് നല്ലത് പൊട്ടിക്കുന്നു. പക്ഷെ അത് കാണുന്ന സമയത്ത് ഇവളൊന്ന് ഷോക്കാവുന്നു. കാരണം ലു വളരെ വീക്കായിട്ടുള്ള പേഴ്സൺ ആണ് എന്നാണല്ലോ ഇവൾ വിചാരിച്ചിരുന്നത്. ഇയാൾക്ക് ഇത്രയും ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇയാളെ കൊല്ലുന്നത് എന്നാണ് ഇവളുടെ മനസ്സില്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവള് ലൂവിനെ പോയി പിടിച്ചു മാറ്റി, ഇനിയും ഇയാളെ തല്ലിയാല ഇയാള് മരിച്ചു പോകും ബോസ് എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് ഇവള് ലൂവിനോട്, ബോസ്, പുറത്തെല്ലാരും പറയുന്നത് നിങ്ങൾ വളരെ വീക്ക് ആണെന്നാണല്ലോ, പക്ഷെ നിങ്ങൾ നല്ല സ്ട്രോങ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ പെട്ടെന്ന് വയ്യാത്ത പോലെ അഭിനയിച്ച്, ഞാൻ സ്ട്രോങ് ആയതുകൊണ്ടല്ല, ഇയാള് എന്നെക്കാളും വീക്ക് ആയതുകൊണ്ടാണ് എനിക്ക് ഇവനെ അടിക്കാൻ പറ്റിയത് എന്ന് പറയുമ്പോ ഇവൾക്ക് ആശ്വാസമാവുന്നു. എന്നാൽ അപ്പോഴേക്കും ഇവള് നേരത്തെ ചായ എടുത്ത് ഒഴിച്ചത് കൊണ്ട് തന്നെ ഇയാളുടെ ഫേസ് ചൊറിയാനായിട്ട് തുടങ്ങുന്നു. അപ്പോ അത് കണ്ട് ലു യുവിയോട്, നീ അല്ലേ പറഞ്ഞത് ഇതിൽ വിഷം കലർത്തിയിട്ടില്ലെന്ന്, പിന്നെ എങ്ങനെയാ ഇയാളുടെ ഫേസ് ഒക്കെ ചൊറിയുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള്, ഇത് അലർജിയാണ്, ഉറപ്പായിട്ട് ഇത് അലർജി തന്നെയാ, ഇയാൾക്ക് ചോക്ലേറ്റ് അലർജി ആണെന്ന് എനിക്കറിയോ എന്ന് ചോദിച്ച്, ഞാൻ ഇപ്പൊ തന്നെ ഇവനെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് അയാളെ വലിച്ചെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോ ഇവളെ പിടിച്ചേക്കുന്നത് അയാളുടെ വിഗിലായത് കൊണ്ട് തന്നെ അത് ഊരി ഇവളുടെ കയ്യിൽ വരുന്നു. അയാളുടെ വിഗ് ഇവളെ നശിപ്പിച്ചത് കൊണ്ട് തന്നെ ഞാൻ നിന്നെ കൊല്ലുമുടി എന്ന് പറഞ്ഞ് അയാളെ ഇവളെ ഓടിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ലു അപ്പോ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ടീ രുചിച്ചു നോക്കുന്ന സമയത്ത് അതില് ശരിക്കും ചോക്ലേറ്റ് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പോയിസൺ ഒന്നും അല്ല എന്ന് ഇവനെ മനസ്സിലാവുന്നു. യുവിയുടെ മനസ്സിൽ ഫുള്ള് ഇവനെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ആണെങ്കിലും പക്ഷെ അവളുടെ ബുദ്ധി അതിനു വേണ്ടി മാത്രം വളർന്നിട്ടില്ല. അതിനുശേഷം അന്ന് നൈറ്റ് ഇവള് രാവിലത്തെ പ്ലാനൊക്കെ ചീറ്റി പോയത് കൊണ്ട് തന്നെ ഇവനെ വീണ്ടും കൊല്ലാനായിട്ട് ലുവിന്റെ റൂമിലേക്ക് വന്നേക്കാണ്. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന റിബൺ എടുത്ത് അവന്റെ കൈയും കാലും കഴുത്തും ഒക്കെ കെട്ടാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ലൂവിന്റെ കാല് കെട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവൻ എഴുന്നേൽക്കുന്നു. അവൻ നോക്കുമ്പോ ഇവള് അവന്റെ കാലും പിടിച്ചുകൊണ്ട് നിൽക്കാണ്. പെട്ടെന്ന് ഇവൻ ലൈറ്റ് ഇട്ടിട്ട് അവളെ പിടിച്ച്, നീ എന്റെ റൂമിൽ എന്ത് ചെയ്യാൻ നോക്ക എന്ന് ചോദിക്കുമ്പോ ഇവള് ഇനി വേറെ അവസരമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് അവളെ എഴുന്നേറ്റ് അവന്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന റിബൺ വലിച്ച് ഇവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു റിബൺ ഇവളെ കെട്ടിയിരുന്നത് ശരിയായിട്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് മുറുകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ലൂ അവളെ പിടിച്ച്, നീ എന്തൊക്കെ കാണിക്കുന്നത്, നീ സത്യം പറഞ്ഞോ, നീ ഇവിടെ എന്ത് ചെയ്യാൻ ശ്രമിക്കായിരുന്നോ, നീ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് അത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നു. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പൊന്നും അല്ല എന്ന് പറഞ്ഞ് ഇവൻ അങ്ങനെ പറഞ്ഞത് ഇവൾക്ക് ഭയങ്കര നാണക്കേടാവുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന്
കിച്ചണിലേക്ക് ചെന്ന് ഒരു വലിയ കത്തി എടുത്ത് ലൂവിനെ കൊല്ലാനായിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും ടേബിളിൽ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത് ഇവളെ ശ്രദ്ധിക്കുന്നു. അതവിടെ ഹൈഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷെ ഇപ്പോ അത് പുറത്ത് കാണത്തക്ക വിധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവള് പെട്ടെന്ന് അത് പോയി എടുത്തു നോക്കുന്ന സമയത്ത് അത് യുവിയുടെയും ലൂവിന്റെയും മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അത് കണ്ട് ഇവള് നല്ല ഷോക്ക് ആവുന്നു. ഇയാളപ്പോ എന്റെ ഹസ്ബൻഡ് ആണോ? എനിക്കെന്താ ഒന്നും ഓർമ്മ വരാത്തത് എന്നൊക്കെ ആലോചിച്ച് ഇവൾക്ക് വീണ്ടും ബോധക്കേട് വരുന്നു. പെട്ടെന്ന് തന്നെ ലൂ അത് കണ്ട് ഓടി വന്ന് ഇവളെ തൂക്കി എടുത്തോണ്ട് പോയിട്ട് ഡോക്ടറെ വിളിക്കുന്നു. അങ്ങനെ ഡോക്ടറും വന്ന് അവളെ പരിശോധിച്ച് ഇത് ഇനിയും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നല്ല ശരിയാവില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അയക്കുന്നത് നല്ലത്. ഇനിയും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായാൽ ഇവളുടെ ബ്രെയിൻ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ലൂ ഇനി ഒരിക്കലും ഇതുപോലത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ഇവൾ എഴുന്നേറ്റ് ഇവനെ ലൂ എന്ന് വിളിക്കുമ്പോൾ ഇവൻ വളരെ സന്തോഷത്തില് അവളോട് നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോ യുവി എനിക്ക് പിന്നെ ഓർമ്മയില്ലാണ്ട് നിങ്ങൾ എന്റെ ബോസ് അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ ലൂ മനസ്സില് എന്തായാലും ഇവള് എന്നെ മുഴുവനായിട്ട് മറന്നു പോയിട്ടില്ല, ബോസ് ആണെന്നെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്നാലോചിച്ച് സമാധാനപ്പെടുന്നു. അപ്പോ അവന്റെ മനസ്സില് ഫുള്ള് ഇനി നമ്മള് എന്നാണ് പഴയതുപോലെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക എന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോ യുവി ലൂവിനോട് ഞാൻ വീണ്ടും ഷുഗർ ലോ ആയി വീണതാണോ എന്ന് ചോദിക്കുമ്പോ അവനും അത് എന്ന് പറയുന്നു. അതിനുശേഷം ലൂവിന് ഒരു കോള് വരുന്നത് കൊണ്ട് തന്നെ അവൻ സംസാരിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇവളെ മനസ്സില് അതെങ്ങനെയാ ഞാൻ എപ്പോഴും ഷുഗർ കുറഞ്ഞു വീഴുന്നത്, ഞാൻ കൊച്ചുകൂട്ടി വല്ലതാണോ നിങ്ങൾ പറയുന്നതൊക്കെ അതേപടി വിശ്വസിക്കാൻ, എന്തൊക്കെയോ ഇയാൾ എന്റെ അടുത്ത് നിന്ന് മറയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവളത് കണ്ടുപിടിക്കാനുള്ള പുറപ്പാടിലാണ്. അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴേക്കും ലൂവിന്റെ ബ്രദർ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. സ്വന്തം അല്ല, സ്റ്റെപ്പ് ബ്രദർ ആണ്. അവന്റെ പേര് സാം എന്നാണ്. അവൻ വരുമ്പോൾ ഡോർ തുറക്കുന്നത് യുവിയാണ്. അപ്പോ സാം പെട്ടെന്ന് യുവിയെ കണ്ട് ഇവന്റെ ചേട്ടന്റെ വൈഫ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ചേട്ടത്തി എങ്ങനെയുണ്ട് സുഖമാണ് എന്നൊക്കെ ഇവളോട് ചോദിക്കുമ്പോ ഇവള് ചേട്ടത്തിയോ? ആരുടെ ചേട്ടത്തി? ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾ ആരാണെന്ന് പോലും അറിയില്ലല്ലോ എന്ന് പറയുമ്പോ ഇവൻ മനസ്സിൽ ഇവൾ ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല, പഴയതുപോലെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അയ്യോ എനിക്ക് ആള് മാറിപ്പോയതാ, ഞാൻ മിസ്റ്റർ ലൂവിന്റെ അനിയനാണ് എന്ന് പറഞ്ഞ് ഇവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലെ കൊടുത്ത് ഒരു പേപ്പർ ഇവളെ ഏൽപ്പിക്കുന്നു. അപ്പോഴേക്കും ലൂവും വന്ന് സാമിനെ അകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവരെ പോയി കഴിയുമ്പോൾ യുവി ആ ഒരു പേപ്പർ തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് സൂക്ഷിച്ചോ എന്നാണ്. പക്ഷെ ഇവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ചേട്ടാ ലൂ ഗ്രൂപ്പിന്റെ ഹെഡ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്, 2 ദിവസം കൂടി കഴിഞ്ഞാല് നമ്മുടെ കമ്പനിയിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്, ചേട്ടൻ വരണോന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നെങ്കിൽ ഓർമ്മയില്ലാത്ത ചേട്ടന്റെ വൈഫിനെ ഡിവോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ ചേട്ടൻ ലൂ ഗ്രൂപ്പിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ ലൂവിന് നല്ല ദേഷ്യം വരുന്നു. ഇന്ന് കാണുന്ന ലൂ ഗ്രൂപ്പിനെ ഈ വളർച്ചയിലേക്ക് ഉയർത്തിയത് ഞാനാണ്, അല്ലാണ്ട് നീയോ നിന്റെ ഹെഡോ അല്ല എന്ന് പറയുമ്പോൾ സാം ചേട്ടാ ഇത് എന്റെ അഭിപ്രായം അല്ല ഞാൻ പറഞ്ഞത്, മുകളിൽ നിന്നുള്ള ഓർഡർ ആണ് എന്ന് പറയുമ്പോൾ ലൂ ഞാൻ എന്തായാലും ആ ഫംഗ്ഷനിലേക്ക് എത്തിക്കോളാം, പക്ഷെ നിന്റെ വൈഫിനെ കൂടെ കൊണ്ടുവരണം എന്ന് പറയുന്നു. അതെന്തിനാ എന്റെ വൈഫ്? അവളെയൊന്നും ആവശ്യമില്ല, അവളങ്ങോട്ട് വരാത്തത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ ലൂ എന്റെ വൈഫിന് ആക്സിഡന്റ് സംഭവിച്ച ശേഷം അവൾ എന്റെ കൺമുന്നിൽ പോലും വരാതെ ഇവിടെ നിന്ന് പോയതാണ്, അതുകൊണ്ട് തന്നെ എന്തായാലും നിന്റെ വൈഫ് ആ ഒരു ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കണം. എന്റെ വൈഫിന് എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചതെന്ന് എനിക്കറിയണം, അവൾക്ക് മാത്രമാണ് അതറിയാവുന്നത് എന്ന് പറയുമ്പോൾ സാം ഒന്ന് പതറുന്നു. ലൂവിനോട് ഒരിക്കലും അവളെ കൊണ്ടുവരില്ല എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഇവന്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് ഞാൻ എന്തായാലും കൊണ്ടുവരാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവൻ പോവാനായിട്ട് തുടങ്ങുന്നു. അവന്റെ വൈഫിന്റെ പേര് ക്ലാര എന്നാണ്. ഈ ക്ലാരയും അതേപോലെ തന്നെ യുവിയൊക്കെ പണ്ട് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ക്ലാരയെ ഈ ഫാമിലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്നെ യുവിയാണ്. പക്ഷെ യുവിക്ക് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം അവളെ ആരും തന്നെ കണ്ടിട്ടില്ല, അവളെ പുറത്താണ് ഇപ്പോ ഉള്ളത്. ലൂവിനെ പേടിച്ചാണ് അവള് നാട്ടിലോട്ട് വരാത്തത്. അങ്ങനെ സാം ഡോർ തുറന്ന് പോവാനായിട്ട് തുടങ്ങുമ്പോ ഇവര് ഇവിടെ സംസാരിക്കുന്നതൊക്കെ പുറത്തു നിന്ന് യുവി ഒളിച്ചു കേൾക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നിൽക്കാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ലൂ അങ്ങോട്ടേക്ക് വന്ന് നീ അകത്ത് ഞങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാനൊന്നും കേട്ടിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ അതൊക്കെ കേൾക്കുന്നത്, ഞാൻ ബോസിന്റെ ബ്രദറിന് കുടിക്കാൻ എന്തെങ്കിലും വേണോന്ന് ചോദിക്കാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നു. അവള് അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല, പക്ഷെ ഇവിടെ അകത്ത് എന്തോ കശപിശ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ സാമും ലൂവിനോട് ചേട്ടൻ പേടിക്കണ്ട, ചേട്ടത്തിക്ക് എന്നെ മനസ്സിലായിട്ടില്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവൻ പുറത്തു വന്നിട്ട് ആരെയോ ഫോൺ ചെയ്ത് അവന്റെ വീട്ടിലെ സെർവൻസിനെ എല്ലാം തന്നെ മാറ്റാനായിട്ട് പറയുന്നു. കാരണം ലൂ ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവനെ മനഃപൂർവ്വം അപമാനിക്കാനായിട്ട്.
എന്നിട്ട് ഇവൻ മനസ്സില് നീ എന്താ വിചാരിച്ചത്, നിന്റെ കയ്യിൽ മാത്രമേ പവർ ഉള്ളൂ എന്നാണോ, നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അവന് ലൂവിനോട് നല്ല വിരോധം തന്നെയാണ്. അപ്പോ സാം അവിടെ നിന്ന് പോകുന്നത് യുവി നോക്കിക്കൊണ്ട് നിൽക്കാണ്. അവൻ പറഞ്ഞതൊന്നും ഇവള് കേട്ടിട്ടില്ല. ഇവളുടെ മനസ്സിൽ അവൻ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു എഴുത്ത് തന്നത്, എന്നെ എങ്ങനെ ഇയാൾക്കറിയാം, മിസ്റ്റർ ലൂ നല്ലവനാണോ അതോ മോശപ്പെട്ട വ്യക്തിയാണോ എന്നൊക്കെയാണ്. അതെന്തായാലും കണ്ടുപിടിക്കണമെന്ന് ഇവള് തീരുമാനിക്കുന്നു. അതിനുശേഷം ലൂ ഇവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുറത്ത് യുവി അലറുന്ന ശബ്ദം കേൾക്കുന്നു. പെട്ടെന്ന് തന്നെ ഇവൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോ അവളുടെ കൈ കത്തി കൊണ്ട് മുറിഞ്ഞ് ബ്ലഡ് ഫുള്ള് വന്നോണ്ടിരിക്കാണ്. ഇവൻ പെട്ടെന്ന് തന്നെ അടുത്തേക്ക് ചെന്ന് നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവളുടെ മുറിവില് മരുന്ന് വെച്ച് കൊടുക്കുന്നു. അപ്പോ അതൊക്കെ കാണുന്ന സമയത്ത് ഇവൻ അത്ര മോശപ്പെട്ട വ്യക്തിയൊന്നും അല്ല, ദയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇവൾക്ക് എന്തോ ഒരു അട്രാക്ഷൻ ഇവനോട് തോന്നാനായിട്ട് തുടങ്ങുന്നു. ലൂവിന്റെ ആ ഒരു സൗന്ദര്യം ഇവള് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ മുഴുവൻ ഇയാള് എത്ര ഹാൻസം ആണ് എന്നാണ്. അതിനുശേഷം ഇവളുടെ കൈ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ലൂ തന്നെ ഫുഡ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം ഇവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൻ തന്നെ അവൾക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോ അവള് ഭയങ്കര ആർത്തി മൂത്ത് അതെല്ലാം തന്നെ എടുത്ത് കഴിക്കുന്നു. കഴിച്ചു കഴിയുമ്പോൾ ഇവളുടെ ലിപ്പിന്റെ സൈഡിലായിട്ട് കുറച്ച് ഫുഡ് ഇരിക്കുന്നത് കണ്ട് ലൂ തന്നെ അവളുടെ അടുത്തേക്ക് വളരെ ക്ലോസ് ആയിട്ട് ചെന്ന് അത് എടുത്തു കൊടുക്കുന്ന പോലെ വരുന്നു. പക്ഷെ അവള് ചിന്തിക്കുന്നത് അവളെ കിസ് ചെയ്യാനായിട്ടാണ് വരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവൾ അതിന് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ലൂ അത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് അവളോട് നാളെ നിനക്ക് എന്റെ വൈഫായിട്ടൊന്ന് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അത് കേട്ട് ഇവള് വൈഫായിട്ടോ, എനിക്കൊന്നും പറ്റില്ല, ഞാനെന്തിനാ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്, ഞാൻ ഇവിടെ ഡ്രൈവർ ആയിട്ടല്ലേ വന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ അഭിനയിക്കാൻ പറ്റില്ലെങ്കിൽ നാളെ തന്നെ ഈ ജോലി വിട്ടു പോവാൻ തയ്യാറായിക്കോ എന്ന് ഇവളോട് പറയുന്നു. അപ്പൊ ഇവളുടെ മനസ്സില് ഈ ജോലിന്ന് പുറത്താക്കിയാല് പിന്നീട് ഒരിക്കലും ഇവനെ അടുത്ത് കിട്ടില്ല, ഇവനെ കൊല്ലാനും സാധിക്കില്ല. ഇവൾക്ക് അവനോട് ഒരു ക്രഷൊക്കെ തോന്നിയെങ്കിലും അവനെ കൊല്ലാനുള്ള പ്ലാനിന്ന് ഇതുവരെ പിന്മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്കല്ല എന്ന് വിചാരിച്ച് അവനോട് ഓക്കെ പറയുന്നു. ലൂവിനും അത് കേട്ട് സന്തോഷമായിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഫുഡൊക്കെ അവൻ എടുത്തു കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു ഫംഗ്ഷനിലേക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ഇവര് രണ്ടുപേരും കൂടി ഒരു ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ലൂവിനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അവസാനം യുവി ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്ന സമയത്ത് അത് ലൂവിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പക്ഷെ ആ ഒരു ഹീൽസ് ഇട്ട് നടക്കാൻ ഇവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം അവൾ വീഴാനായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ ലൂ അവളോട് നിനക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഈ ഹീൽസ് ഒന്നും ഇടണ്ട എന്ന് പറയുമ്പോൾ അവള് ഇത് ഞാൻ കുറച്ചു നേരം ഇട്ട് നോക്കിയാൽ തന്നെ ശരിയാവും എന്ന് പറഞ്ഞ് അവൾ അത് അവിടെ തന്നെ ഇട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ ആ ചെരുപ്പൊക്കെ ഇട്ട് പ്രാക്ടീസ് ചെയ്ത് പുറത്തോട്ട് വരുമ്പോഴേക്കും ഒരു പെൺകുട്ടി ഇവളുടെ അടുത്തേക്ക് വന്ന് പരിചയമുള്ളതുപോലെ സംസാരിക്കാനായിട്ട് വരുന്നു. പക്ഷെ ആ ഒരു പെൺകുട്ടിയെ കാണുന്ന സമയത്ത് യുവിക്ക് ഇവൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ച പോലെയും ആ ഒരു സമയത്ത് കൂടി ഉണ്ടായിരുന്നത് ലൂ ആണെന്ന് നോക്കി അവളുടെ ഓർമ്മയിലോട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ ഒരു പെൺകുട്ടി എനിക്ക് ആള് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അത് മറ്റാരുമല്ല സാമിന്റെ വൈഫായിട്ടുള്ള ക്ലാരയാണ്. പക്ഷെ ഇവൾക്ക് ആ ഒരു പെൺകുട്ടിയെ എവിടെയോ കണ്ടു പരിചയമുള്ളതുപോലെ തന്നെ ഫീൽ ആവുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ കാലിലുണ്ടായിരുന്ന ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ച് ആ ഒരു പെൺകുട്ടിയുടെ പുറകെ വെച്ച് പിടിക്കുന്നു. എന്നാൽ ലൂ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ യുവി ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുന്നത്. എന്നാൽ യുവി ക്ലാരയുടെ പുറകെ വന്ന് അവളെ പിടിച്ചു നിർത്തി നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു പെണ്ണ് ഇവരുടെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ രക്ഷിക്കുക, എന്റെ ബോയ് ഫ്രണ്ട് എന്നെ ഉപദ്രവിക്കാൻ വരികയാണ് എന്ന് പറയുന്നു. ആ ഒരു ബോയ് ഫ്രണ്ട് ഇവളുടെ അടുത്തേക്ക് കത്തിയും കൊണ്ടാണ് വരുന്നത് ആ ഒരു പെണ്ണിനെ കുത്താനായിട്ട്. അപ്പോ യുവി അയാളോട് ഒരു പൊതുസ്ഥലത്ത് വെച്ച് നിങ്ങൾ ഒരു സ്ത്രീയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാള് ഇവളെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒന്നുമല്ല, ഈ അഹങ്കാരി എന്റെ കയ്യിലുള്ള പൈസ എല്ലാം അടിച്ചു മാറ്റി ഇപ്പൊ ഇവൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ ആ പെണ്ണ് വളരെ പാവത്തില് യുവിയോട് അയാള് പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്, ഞാൻ അങ്ങനത്തെ പെൺകുട്ടിയൊന്നല്ല എന്ന് പറയുമ്പോൾ യുവിയും അയാളോട് നിങ്ങൾ എന്തുണ്ടെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും, അല്ലാണ്ട് ഒരാളെ കൊല്ലുന്നത് അതിനുള്ള പോംവഴിയല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് നല്ല ദേഷ്യം വന്ന് യുവിയെ കൊല്ലാനായിട്ട് വരുന്നു. പക്ഷെ കറക്റ്റ് സമയം തന്നെ ലൂ അങ്ങോട്ടേക്ക് വന്ന് അയാൾക്ക് നല്ലത് പൊട്ടിക്കുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ പോലീസും അങ്ങോട്ടേക്ക് വന്ന് അയാളെ പിടികൂടുന്നു. അപ്പോ യുവി ലൂവിനോട് ബോസ് നിങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നത്, ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ കഥ കഴിഞ്ഞാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു പെണ്ണ് അവളുടെ പേര് ലൂബി എന്നാണ്. അവള് ലൂവിനോട് വന്ന് സാർ നിങ്ങൾ കറക്റ്റ് സമയത്ത് എന്നെ വന്ന് രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവനോട് കൊഞ്ചാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ യുവിക്ക് അതത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂബിയോട് ബോസ് നിങ്ങളെ സഹായിച്ചില്ലേ, ഇനി നിങ്ങൾ പൊക്കോളൂ, ആരുടെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. പക്ഷെ അവള് അവിടെ നിന്ന് പോകുന്നില്ല. അപ്പോ ലൂ അവിടെ ക്ലാരയെ കണ്ട് അവളോട് നീ എപ്പോഴാ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്ന് ചോദിച്ച് സംസാരിക്കുമ്പോ യുവി നിങ്ങൾക്ക് ഈ പെൺകുട്ടി അറിയാമോ, ഇതാരാ എന്ന് ചോദിക്കുമ്പോ ഇതെന്റെ ബ്രദറിന്റെ വൈഫാണെന്ന് ലൂ പറയുന്നു. അപ്പോ യുവി ക്ലാരയോട് നിങ്ങൾക്ക് എന്നെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ക്ലാര ഇവൾക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കി
എനിക്ക് നിന്നെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളാണെന്ന് കരുതിയ ഞാൻ സംസാരിക്കാൻ വന്നത്, എനിക്ക് ആള് മാറി പോയതാണെന്ന് പറയുന്നു. അപ്പോഴേക്കും ഇവള് കാലിലെ ചെരുപ്പില്ലാതെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ലൂ അത് ശ്രദ്ധിച്ചിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് ചെരുപ്പ് വാങ്ങി അവളുടെ കാലില് വളരെ കെയറോടുകൂടി ഇട്ട് കൊടുക്കുന്നു. അത് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് അവനോട് ഒരു ഇഷ്ടം തോന്നുന്നു. കാരണം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണല്ലോ ഒരു കോടീശ്വരൻ ഇവളുടെ കാല് പിടിച്ച് ചെരുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അവൻ അവളെയും വിളിച്ചുകൊണ്ട് പോവാൻ തുടങ്ങുമ്പോൾ യുവി, നിങ്ങൾ നിങ്ങളുടെ അനിയന്റെ വൈഫിനെ വിളിക്കുന്നില്ലേ, നമ്മളെ ഇവരുടെ വീട്ടിലോട്ടല്ലേ പോവാൻ പോകുന്നത് എന്ന് ചോദിച്ച് അവര് ക്ലാരയും കൂടെ കൂട്ടുന്നു. എന്നാൽ ഈ ലൂബിയും അവരുടെ പുറകെ ചെന്ന് എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം അവര് സമ്മതിക്കുന്നില്ല. പക്ഷെ അവളെ ഒരുപാട് അഭിനയിക്കുമ്പോൾ യുവി ലൂവിനോട് ഈ പെൺകുട്ടിയെ കൂടെ നമുക്ക് കൊണ്ടുപോവാം, പാവല്ലേ എന്നൊക്കെ ചോദിച്ച് അവളെയും കൂടി കൂടെ കൂട്ടാൻ തീരുമാനിക്കുന്നു. പക്ഷെ ലൂബി ആണെങ്കിൽ ലൂ ആണ് വണ്ടി ഓടിക്കുന്നത് എന്ന് കരുതി ഫ്രണ്ട് സീറ്റിൽ കയറിയിരിക്കാനായിട്ട് ഓടി ചെല്ലും. ലൂ അങ്ങോട്ടേക്ക് ചെന്ന് ഇത് എന്റെ സീറ്റാണ്, വേണമെങ്കിൽ പുറകെ വല്ലം പോയി കയറ് എന്ന് പറഞ്ഞ് അവളെ പുറകിലോട്ട് കയറ്റുന്നു. പക്ഷെ വണ്ടി ഓടിക്കുന്നത് യുവി ആണല്ലോ. അവള് ഭയങ്കര സ്പീഡിലാണ് ആ ഒരു വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൂബിക്ക് അവസാനം വോമിറ്റിംഗ് വന്ന് വഴിയിൽ നിർത്തി ഒരുപാട് ഛർദ്ദിക്കുന്നു. അപ്പോ അത് കണ്ട് യുവി ലൂവിനോട് എന്ത് പറ്റി ബോസ്, എന്റെ ഡ്രൈവിംഗ് സ്കില്ല് കൂടിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ഇവര് ലൂവിന്റെ ആ ഒരു കുടുംബ വീട്ടിലോട്ട് എത്തുന്നു. മുന്നേ തന്നെ സാം ആ വീട്ടിലെ സെർവൻസിനെ എല്ലാം തന്നെ മാറ്റിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സാം പഠിപ്പിച്ച രീതിയിൽ ലൂ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ അവന്റെ ദേഹത്തേക്ക് ഇവര് വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നു. അങ്ങനെ ആ ഒരു അവസരം മുതലാക്കി യുവി ലൂവിന്റെ വിശ്വാസം പിടിച്ചു മാറ്റാനായിട്ട് എന്റെ ബോസിനെ ആരാടാ തൊട്ടത് എന്ന് ചോദിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിലും ലൂ അവളെ കഴുത്തിന് പിടിച്ചു മാറ്റിയിട്ട് ഇത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും ലൂവിന്റെ അങ്കിള് അങ്ങോട്ടേക്ക് വന്ന് നീയൊക്കെ എന്തായി കാണിക്കുന്നത്, ഇവിടുത്തെ ഫസ്റ്റ് യങ് മാസ്റ്ററിനോടാണ് നിങ്ങൾ ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറുന്നത് എന്ന് ചോദിച്ച് അവരോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ ആ സെർവൻസ് ആണെങ്കിൽ ഞങ്ങൾ ആളറിയാതെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ലൂവിനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോ ലൂ അങ്കിളിനോട് ഇവിടുത്തെ പഴയ സെർവൻസിനൊക്കെ എന്തിനാണ് മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് അതെല്ലാം ചെയ്തത് സാം ആണെന്ന് പറയുന്നു. ലൂവിന് മനസ്സിലാവുന്നുണ്ട് ഇവനെ അപമാനിക്കാൻ തന്നെയാണ് സാം ഇതെല്ലാം ചെയ്തത് എന്ന്. അതിനുശേഷം യുവിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അകത്തേക്ക് പറഞ്ഞയച്ച് ലൂ ഉടനെ തന്നെ സാമിനെ വിളിപ്പിക്കുന്നു. എന്നിട്ട് അവനോട് നീ ഇവിടുത്തെ സെർവൻസിനൊക്കെ എന്തിനാ മാറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ പഴയ സെർവൻസ് ഒക്കെ കുറച്ച് അഹങ്കാരികളായിരുന്നു, അതുകൊണ്ട് പുതിയ ആളുകളെ നിയമിച്ചതെന്ന് അവൻ പറയുന്നു. അപ്പൊ ഇവിടെ യുവിയെ സെർവൻസ് കൂട്ടിക്കൊണ്ടുവന്ന് അവളോട് വളരെ കെയറോട് കൂടിയാണ് അവരെ പെരുമാറുന്നത്. അപ്പോ അതൊക്കെ കണ്ട് ഇവള് എന്റെ ഹസ്ബൻഡ് എവിടെയാ നിങ്ങൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ അവര് സാറ് ഉടൻ തന്നെ വരും, സ്റ്റഡി റൂമിൽ പോയതായിരിക്കും എന്ന് പറയുന്നു. അപ്പൊ ഇവള് മനസ്സിലായി ഇനി ലൂവിനെ അവര് ഉപദ്രവിക്കാനായിട്ട് വല്ലതും കൂട്ടിക്കൊണ്ടു പോയതായിരിക്കോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ എന്ന് ചിന്തിച്ച് ഇവള് അവനെ രക്ഷിക്കാനായിട്ട് പോവാൻ തുടങ്ങുമ്പോഴേക്കും ആ ഒരു ലൂ ഫാമിലിയുടെ ഹെഡ് അങ്ങോട്ടേക്ക് വരുന്നു. അത് മറ്റാരുമല്ല ലൂവിന്റെ മുത്തശ്ശൻ തന്നെയാണ്. അങ്ങനെ ആ മുത്തശ്ശൻ ഇവളുടെ അടുത്തേക്ക് വന്ന് എന്നെ ഓർമ്മയുണ്ടോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് മുത്തശ്ശന്റെ പിന്നെ ഓർമ്മയില്ലാണ്ടിരിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ അവിടെ പിടിച്ചുകൊണ്ടിരുത്തുന്നു. അപ്പോ അയാള് ഇവളോട് വർഷങ്ങളൊക്കെ എത്ര പെട്ടെന്ന് കടന്നു പോകുന്നത്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുമ്പോൾ ഇവള് 5 വർഷമായി എന്ന് പറയുന്നു. അപ്പോ അയാളും ഓ നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അത് പരീക്ഷിക്കാൻ തന്നെയാണ് അയാള് അത് ചോദിച്ചത്. അപ്പോ ലൂവിന്റെ മറ്റൊരു കസിൻ അവിടെ തന്നെയുണ്ട്, അവന്റെ പേര് ഹാൻ എന്നാണ്. അവൻ ഇവളോട് നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോ യുവി പെട്ടെന്ന് അവനോട് നീ ഹാൻ അല്ലേ, എന്ത് ചോദ്യ, നിന്നെ മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. സത്യത്തില് തലേന്ന് രാത്രി തന്നെ ലൂ അവന്റെ ഫാമിലി ഡീറ്റെയിൽസ് ഫുള്ള് ഇവൾക്ക് പറഞ്ഞു കൊടുത്ത് ബന്ധങ്ങൾ എങ്ങനെയാണ്, ആരൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇവള് നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നതും. അപ്പോഴേക്കും ലൂ ഇവളുടെ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ യുവി അവന്റെ അടുത്തേക്ക് ചെന്ന് കുറച്ച് സമയം കൂടി ഞാനിവിടെ ഇരുന്നാല് എന്റെ വായിന് ചിലപ്പോ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വീണുവോ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മുത്തശ്ശൻ യുവിയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇങ്ങ് അടുത്തേക്ക് വരാനായിട്ട് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോ ലൂവും അവളോട് നീ അതൊന്നോർത്ത് ടെൻഷൻ ആവണ്ട, മുത്തശ്ശനൊന്നും മനസ്സിലാക്കാൻ പോകുന്നില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് ഇവളെ പറഞ്ഞു വിടുന്നു. അങ്ങനെ ഇവള് മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അയാള് ഇത്രയും വർഷമായിട്ടും എന്താ മോളെ നീ ഇങ്ങോട്ടൊന്നും വരാതിരുന്നത്, നിനക്കെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം ഇവൾക്ക് ഓർമ്മയില്ല എന്നറിഞ്ഞാല് ആ ഒരു പേരും പറഞ്ഞ ലൂവിന്റെ കയ്യിൽ നിന്ന് കമ്പനി അധികാരം മുഴുവൻ കൈക്കലാക്കാനാണ് ഇയാളുടെ ശ്രമം. അപ്പൊ യുവി ഇല്ല മുത്തശ്ശ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഫുൾ ഓക്കെയാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ മോളെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാനൊരു ഡോക്ടറെ വരാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒന്ന് വന്ന് ചെക്ക് ചെയ്യട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പൊ ഇവള് ആവുന്ന വിധം താൻ ഓക്കെയാണ് എന്ന് പറയുന്നു. പക്ഷെ അയാൾക്ക് ഇവളെ കുഴപ്പക്കാരി ആക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഡോക്ടർ പുറപ്പെട്ടു കഴിഞ്ഞു, ഇനി വന്നു പോകുന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കിയിട്ട് പോട്ടെ എന്ന് ഇവളോട് പറയുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സാമും അങ്ങോട്ടേക്ക് വന്ന് വളരെ സന്തോഷത്തില് മുത്തശ്ശ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അവൻ
അവന്റെ പ്രതീക്ഷ മുത്തശ്ശൻ ഇവൾക്ക് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു കമ്പനി അധികാരം ലൂവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി സാമിന് നൽകും എന്നാണ്. അങ്ങനെ ആ ഒരു ഡോക്ടർ വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവളെ മുത്തശ്ശനോട് ഞാനിപ്പോ ബാത്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോയി. ആ ഒരു സമയത്ത് ലൂവും അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഡോക്ടർ വരുന്ന കാര്യവും അവൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ലൂവിന് മെസ്സേജ് അയച്ച എന്തെങ്കിലും ചെയ്യണം, ഡോക്ടർ എന്നെ പരിശോധിക്കാനായിട്ട് വരികയാണ്, ഇവരെന്തിനാ എന്നെ പരിശോധിക്കുന്നത്, എനിക്ക് എന്താ അസുഖമുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. അത് കേട്ട് ലൂ അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഡോക്ടർ അവളെ പരിശോധിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഡോക്ടറും അവളെ ചെക്ക് ചെയ്തിട്ട് വന്ന് ഈ പെൺകുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടെന്ന് പറയുന്നു. അത് കേൾക്കുന്ന സമയത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവുന്നു. ഉടനെ തന്നെ മുത്തശ്ശൻ എഴുന്നേറ്റ് ലൂവിനോട് ഇത്രയും നാളും ആ ഒരു സത്യം മറച്ചു വെച്ചതിൽ അവനെ ശകാരിക്കാനായിട്ട് തുടങ്ങുന്നു. അത് മാത്രമല്ല ഇവന്റെ ആ കമ്പനി ഷെയർസ് മുഴുവൻ തന്നെ എഴുതി കൊടുക്കാനും പറയുന്നു. അപ്പോ ഡോക്ടർ സർ മാഡത്തിന് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്, അത് വേറൊന്നുമല്ല, കുറച്ച് BP കൂടുതലുണ്ട്, അത് ചിലപ്പോ ഉറക്കക്കുറവിന്റേതായിരിക്കും, അല്ലാണ്ട് മാഡം ഫുള്ള് ഓക്കെ ആണെന്ന് പറയുന്നു. ആ ഒരു ഡോക്ടറിനെ മുന്നേ തന്നെ ലൂ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് മുത്തശ്ശന് നല്ല ദേഷ്യം വരുന്നു. അയാൾ ആ ഡോക്ടറെ കൊല്ലാനായിട്ട് ഒരുങ്ങാണ്. സാമാണ് പിന്നെ അയാളെ ഒരുവിധം സമാധാനിപ്പിക്കുന്നത്. അപ്പോഴേക്കും ഹാൻ അങ്ങോട്ടേക്ക് വന്ന് അവരുടെ കമ്പനി ഷെയർസ് ഒക്കെ ഒരുപാട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒരുപാട് നഷ്ടം വന്നു എന്ന കാര്യം മുത്തശ്ശനെ അറിയിക്കുന്നു. അത് കേട്ട് അയാൾക്ക് ഒന്നുകൂടെ വട്ടാവുന്നു. അങ്ങനെ അയാൾ പെട്ടെന്ന് പോവാനായിട്ട് തുടങ്ങുമ്പോ യുവി അയാളോട് മുത്തശ്ശ നമ്മൾ ഒരുപാട് നാളോട് കണ്ടിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരാതെ പോവാണോ എന്ന് ചോദിക്കുമ്പോ അയാളെ ഗതി കേട്ട് ഇന്ന കൊണ്ടുപോയി തിന്ന് എന്ന് പറഞ്ഞ് അയാളുടെ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് ഇവൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നു. പക്ഷെ അതൊക്കെ ലൂവിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അതിനുശേഷം അവര് രണ്ടുപേരും കൂടി തന്നെ ആ ഒരു പാർട്ടിയിലേക്ക് പോകുന്നു. അങ്ങോട്ടേക്ക് ക്ലാര ലൂബിയെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അവൾക്ക് ആ ഒരു വലിയ സെറ്റപ്പ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ക്ലാര അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത് സാം കണ്ട് ഷോക്ക് ആവുന്നു. അവൻ ഇതുവരെയും അറിഞ്ഞിട്ടില്ല അവന്റെ വൈഫ് നാട്ടിലെത്തിയ കാര്യം. പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നീ എപ്പോഴാ തിരിച്ചു വന്നത്, എന്നോട് എന്താ പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ലൂ ഇവരുടെ അടുത്തേക്ക് വരുന്നു. അതുകൊണ്ട് തന്നെ സാം പെട്ടെന്ന് ചേട്ടാ ഞാൻ എന്റെ വൈഫിനെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറയുമ്പോൾ ലൂ അവനോട് പെട്ടെന്ന് സ്റ്റഡി റൂമിലോട്ട് വരാനായിട്ട് പറയുന്നു. അങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ സാം പെട്ടെന്ന് തന്നെ മുട്ടുകുത്തി ലൂവിനോട് എന്റെ വൈഫ് ഇവിടെ യാദൃച്ഛികമായിട്ട് വന്നു പോയതാണ്, ഒരിക്കലും ഞാൻ എന്റെ ചേട്ടത്തെ കാണാത്ത വിധം എന്റെ വൈഫിനെ ഒളിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ ലൂ അവനോട് നിനക്ക് അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ തന്നെ അവളെ അബ്രോഡ് പറഞ്ഞു വിടാം എന്ന് പറയുമ്പോൾ സാം ചേട്ടാ മതി, എത്ര നാളായി ഞാൻ എന്റെ വൈഫായിട്ട് വേർപിരിഞ്ഞ് കഴിയാൻ തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ലൂ എന്റെ വൈഫിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയും നിന്റെ വൈഫും ആണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഈ കുടുംബത്തിലെ അവസാന വാക്ക് നിന്റേതല്ല എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ലൂ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവന് നല്ല ദേഷ്യം വരികയാണ് അതൊക്കെ കേട്ട്. അപ്പോഴേക്കും ഹാനും അങ്ങോട്ടേക്ക് വരുന്നു. അവനും ലൂവിനെ തീരെ ഇഷ്ടമല്ല. ആ ഒരു കമ്പനി അധികാരം ഏറ്റെടുക്കുന്നതിൽ തന്നെയാണ് അവന്റെ കണ്ണും. ശത്രുവിന്റെ ശത്രു മിത്രം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ സാമിനോട് വന്ന് നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുമ്പോൾ സാമും അതിനോട് യോജിക്കുന്നു. അതിനുശേഷം ഇപ്പൊ ഇവിടെ യുവി ആ ഒരു പാർട്ടിയിൽ നിന്ന് ഫുഡൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കാണ്. ആ ഒരു സമയത്ത് ലൂബി അങ്ങോട്ടേക്ക് ചെന്ന് 2 ഡ്രിങ്ക്സ് കൊണ്ട് ചെന്ന് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് ഇവൾക്കുള്ളതും മറ്റേത് ഇവളുടെ ഹസ്ബൻഡിനും ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ യുവിയും അത് വാങ്ങി അവളുടേത് അവളുടെ കുടിക്കുന്നു. അതേപോലെ തന്നെ ലൂവിന്റേത് അവനും കൊണ്ടുചെന്ന് കൊടുക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നേരത്തെ സാമും അതേപോലെ തന്നെ ഹാനും കൂടി സംസാരിച്ചത് എല്ലാം തന്നെ ലൂബി കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ഹാനിനോട് വന്ന് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, എന്നെ കൂടി നിങ്ങളുടെ പ്ലാനിൽ ചേർത്തില്ലെങ്കിൽ ഞാനിത് ലൂവിന്റെ അടുത്ത് തീർച്ചയായും പറയും എന്ന് പറയുമ്പോൾ ഹാനും അവളോട് ശരി എങ്കിൽ ഞാൻ നിനക്കൊരു അവസരം തരാം എന്ന് പറഞ്ഞ് ഒരു ഡ്രഗ്സ് എടുത്ത് അവളെ ഏൽപ്പിച്ചിട്ട് ഇത് നീ ലൂ കുടിക്കുന്ന ഡ്രിങ്ക്സിൽ ഒഴിച്ച് അവന് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു നൈറ്റ് വീഡിയോ എന്നെ എടുത്ത് ഏൽപ്പിക്കണം. അത് വെച്ച് നിനക്ക് എത്ര പൈസ വേണമെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് അവനെ പുറത്താക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാണ് അതിനുവേണ്ടി ആ ഒരു ഡ്രഗ്സ് മിക്സ് ചെയ്ത ഡ്രിങ്ക്സ് ആണ് ഇപ്പോ യുവി വഴി ലൂ കുടിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ അത് അവൻ കുടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ സാം അപ്പൊ ഓവർ ഫിറ്റ് ആയിട്ട് ബോധം കെട്ടി വീഴുന്നു. അപ്പൊ അത് കണ്ട് യുവി ചിരിച്ചിട്ട് ഇവനൊക്കെ ഇത്രയും കുടിക്കുന്നത് എന്തിനാ, ഒരു കൺട്രോളൊക്കെ വേണ്ടേ എന്ന് പറയുന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവളും വാരി വലിച്ചു കുടിച്ചത് കൊണ്ട് തന്നെ കിക്കായിട്ട് അവളും ബോധം പോയി വീഴുന്നു. അപ്പൊ ലൂ അതൊക്കെ കണ്ട് ചിരിച്ചിട്ട് ഇവളെ കൊണ്ട് തോറ്റു എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് റൂമിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പോ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സാമും അതേപോലെ തന്നെ ക്ലാരയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് യുവി അങ്ങോട്ടേക്ക് ചേർന്ന് നേരത്തെ ലൂബി ഏൽപ്പിച്ചിരുന്ന അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വൈൻ എടുത്ത് ക്ലാരയ്ക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നു, ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട്. അതിനുശേഷം മറ്റൊരു വൈൻ എടുത്തിട്ടാണ് ലൂവിന്റെ അടുത്തേക്ക് പോകുന്നത്. പക്ഷെ ക്ലാര ഡ്രിങ്ക്സ് ഒന്നും പൊതുവെ കഴിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഡ്രിങ്ക്സ് കുടിക്കാൻ ഏൽപ്പിക്കുന്നത് സാമിനെയാണ്. അവൻ അത് കുടിച്ചത് കൊണ്ടാണ് ഇപ്പൊ
ബോധം പോയി കിറങ്ങി വീണത്. അപ്പോ ആ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കി ലൂബി അവളുടെ ഫസ്റ്റ് പണി തന്നെ പാളിയല്ലോ, അതുകൊണ്ട് തന്നെ അടുത്തത് പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ലൂ ഇവളെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പോവാൻ തുടങ്ങുമ്പോൾ യുവി അവനെ പോകാൻ അനുവദിക്കുന്നില്ല. അവള് കുടിച്ച മദ്യത്തിന്റെ ലക്കില് അവനോട് റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങുന്നു. ഇവള് അങ്ങനെ തുടക്കം ഇട്ടത് കൊണ്ട് തന്നെ അവനും നീയാണ് ഇത് തുടങ്ങി വെച്ചത്, രാവിലെ ബോധം വരുമ്പോ നീ ഇത് ആലോചിച്ച് ഖേദിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവനും അവളോട് റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അവര് അന്ന് നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ ലൂബി സാമിനെ മറ്റൊരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നീയും ഒരു കോടീശ്വരൻ തന്നെയല്ലേ, ഒന്ന് പോയാല് അടുത്തത് എന്ന് പറഞ്ഞിട്ട് ഇവനെ ഫ്ലേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ സാം ആണെങ്കിൽ ഇത് ക്ലാരയാണ് എന്ന് കരുതി ഇവളോട് ക്ലോസ് ആവുന്നു. സാമും ആ ഒരു ഡ്രഗ്സിന്റെ എഫക്റ്റില് അത് അവന്റെ വൈഫാണ് എന്ന് കരുതി ഇവളോട് ക്ലോസ് ആവുന്നു. അതുകൊണ്ട് തന്നെ അവര് അന്ന് നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേന്ന് രാവിലെ സാം ഉറക്കൊഴുന്നേറ്റ് ലൂബിയെ അവന്റെ ബെഡിൽ കണ്ട് അവൻ ആകെപ്പാടെ ഷോക്കാവുന്നു. ആരാ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോ ഇവള് നിങ്ങൾ ഇന്നലെ കുടിച്ചു ബോധമില്ലാണ്ട് എന്നെയാണ് നശിപ്പിച്ചത്, അതൊക്കെ ഞാൻ എങ്ങനെയാ നിങ്ങളോട് പറയാ എന്ന് ചോദിക്കുമ്പോ ഇവൻ മര്യാദയ്ക്ക് അവളോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുന്നു. അപ്പൊ ഇവള് അവളുടെ ഫോൺ എടുത്ത് കാണിച്ച് നിങ്ങൾ കാണിച്ചതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ നിങ്ങളുടെ വൈഫിനെ കാണിച്ചാല് എന്താ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവൻ നിനക്ക് പൈസയല്ലേ എന്റെ അടുത്തുനിന്ന് വേണ്ടത്, ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവനവന്റെ ആളുകളെ വിളിപ്പിച്ച് ഇവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് പറയുന്നു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും വാങ്ങിച്ച ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇവരും കഴിഞ്ഞ നൈറ്റ് ഒരുമിച്ചാണല്ലോ സ്പെൻഡ് ചെയ്തത്. രാവിലെ ഇവൾ ഉറക്കം എഴുന്നേക്കുമ്പോ തലേന്ന് ബോധമില്ലാണ്ട് കാണിച്ചതൊക്കെ ഓർത്ത് ഇപ്പൊ ഇവള് നല്ലതുപോലെ തന്നെ ഫീൽ ആവുന്നുണ്ട്. ആ ഒരു നാണക്കേട് കാരണം ലൂവിനെ ഫേസ് ചെയ്യാൻ വയ്യാതെ ഇവളെ പെട്ടെന്ന് പമ്മി എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോ കറക്റ്റ് ലൂ എഴുന്നേറ്റ് അവളോട് നീ എവിടെ പോവാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് അവനോട് ബോസ് ഞാൻ നിങ്ങളുടെ വൈഫായിട്ട് അഭിനയിക്കാൻ വന്നതാണ്, ഇത് ജസ്റ്റ് യാദൃശ്ചികമായിട്ട് സംഭവിച്ചു പോയതാണ്, നിങ്ങളത് കാര്യമായിട്ട് എടുക്കൊന്നും വേണ്ട, അഭിനയത്തിന്റെ ഭാഗമായിട്ട് ഇത് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോകുന്നു. പക്ഷെ ഇവന് അത് കേൾക്കുമ്പോൾ നല്ല ഫീൽ ആവുന്നുണ്ട്, കാരണം അതവന്റെ സ്വന്തം വൈഫ് തന്നെയാണല്ലോ. അവൾക്ക് ഇപ്പോഴും ഓർമ്മ തിരിച്ചു വരാത്തതില് ഇവന് നല്ല വിഷമമുണ്ട്. അതിനുശേഷം ഇവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു. അപ്പോ സെർവന്റ് ഒരു സൂപ്പ് ഇവർക്ക് രണ്ടുപേർക്കും സെർവ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ യുവി ആ ഒരു സൂപ്പ് കുടിക്കാതെ ലൂ ആ ഒരു സൂപ്പ് കുടിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കാണ്. അപ്പോ ആദ്യവൻ ശ്രദ്ധിച്ചിട്ട് ഇവളോട് നീ എന്താ ഇത് കുടിക്കാത്തത്, എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് എന്തിനാ, ഇതിലും വല്ല വിഷവും ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് അയ്യോ ഞാൻ എന്ത് ചേർക്കാനാ, ഇത് ഞാൻ കുടിച്ചോളാം എന്ന് പറയുന്നു. അപ്പോഴേക്കും സാമും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നു. അവൻ നേരെ വന്ന് ഈ സൂപ്പ് എടുക്കുമ്പോ യുവി അയ്യോ ഇത് നിങ്ങൾ കുടിക്കാൻ പോവാണോ എന്ന് ചോദിക്കുമ്പോ സാം എന്താ ഇതിലെ നിങ്ങൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇവള് ഒരു പ്രശ്നമില്ല, ഇത് നല്ല ടേസ്റ്റ് ആണ്, ഞാൻ രാവിലെ 2 കപ്പ് കുടിച്ചതാണ് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവര് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് ലൂവിന്റെ അങ്കിള് വന്ന് അമ്മയുടെ റൂമിൽ തീ പിടിച്ചിരിക്കാണ് എന്ന കാര്യം പറയുന്നു. അങ്ങനെ അത് കേട്ട് പെട്ടെന്ന് തന്നെ ലൂ അങ്ങോട്ടേക്ക് ഓടുന്നു. യുവിയും പുറകെ പോവാൻ തുടങ്ങുമ്പോ സാം അവളെ തടഞ്ഞിട്ട് എനിക്ക് നീ ആരാണെന്ന സത്യം നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് നീ എന്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ എന്റെ ചേട്ടന്റെ വൈഫ് അല്ല, ചേട്ടന്റെ വൈഫിന്റെ ലുക്കുള്ള ഒരുത്തിയാണ് എന്ന് പറയുമ്പോ ഇവള് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ഞാൻ അദ്ദേഹത്തിന്റെ വൈഫ് തന്നെയാണ് എന്ന് പറയുമ്പോ സാം നീ കൂടുതൽ കള്ളങ്ങള് കണ്ടുപിടിക്കേണ്ട, നീ ഒരു കില്ലർ അല്ലേ, എന്റെ ചേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നീ അവന്റെ പിറകെ നടക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല എന്റെ ചേട്ടൻ, അവന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ ഒരു വീടിന്റെ ബേസ്മെന്റിലേക്ക് സാം യുവിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെയാണെങ്കിൽ സാം ലൂബിയെ തടവില് പാർപ്പിച്ചിരിക്കാണ്. ഇവനെ അവളെ ഒന്ന് ഫൂളാക്കാൻ നോക്കിയതാണല്ലോ, അതുകൊണ്ട് തന്നെ അവളെ നല്ലതുപോലെ പണിഷ് ചെയ്ത് ഇപ്പൊ അവള് മെന്റലി ഒട്ടും ഓക്കെ അല്ലാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അത് കാണിച്ചു കൊടുത്തിട്ട് സാം യുവിയോട് കണ്ടില്ലേ ഇന്നലെ ഇവള് ചേട്ടനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ്, അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ ഈ പെണ്ണിനെ ഇങ്ങനെ ആക്കി മാറ്റി, എന്റെ ചേട്ടൻ സ്ത്രീകളെ ഇങ്ങനെയാണ് ടോർച്ചർ ചെയ്യുന്നത്, നീയും ഉടനെ തന്നെ ഈ അവസ്ഥയിലോട്ടാവും എന്നൊക്കെ പറയുമ്പോ ഇവളൊന്ന് പേടിക്കുന്നു. അവൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ ആദ്യം മുതലേ ലൂ അവനോട് ഇവളെ ചേർത്ത് നിർത്തുകയാണല്ലോ ഓരോന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെ ഇവൾക്ക് അതൊന്നും ഇപ്പോ അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അതൊക്കെ കണ്ട് ഇവളെ കിളി പോയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോ ലൂ ഒന്നും അറിയാണ്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് നീ എവിടെ പോയതാ എന്ന് ചോദിച്ച് ഇവളുടെ തലമുടിയൊക്കെ ശരിയാക്കി കൊടുക്കുന്നു. അപ്പൊ ഇവള് അവനോട് ഭയങ്കരമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഇടാനായിട്ട് തുടങ്ങുന്നു. ഇവൾക്ക് തണുക്കുന്നുണ്ടായിരിക്കാം എന്ന് വിചാരിച്ച് അവൻ അവന്റെ കോട്ടൊക്കെ ഒരു ഇവൾക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് അവളെ ഇടാൻ സമ്മതിക്കാതെ അവനെ അവോയ്ഡ് ചെയ്യുന്നു. അത് ലൂവിന് മനസ്സിലാവുന്നുണ്ട് ഇവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ ഇവളുടെ മനസ്സിൽ ഇത്രയും നാളും ഇയാൾ ഒരു നല്ല വ്യക്തിയാണ് എന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇയാളെ കൊല്ലാണ്ട് വിട്ടത്, പക്ഷെ ഇപ്പൊ ഇവനൊരു മോശം വ്യക്തിയാണ് എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇവനെ കൊല്ലാതെ വിടുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ഇപ്പൊ ഇവളുടെ ലക്ഷ്യം ഇവനെ കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവള് അവനെ കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു. സോ അവനോട് നമ്മളെപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ലൂ അവളോട് അതിനെന്താ നമുക്ക് ഇപ്പൊ തന്നെ പോവാലോ എന്ന് ചോദിച്ച് ഇവൻ
ഇവളുടെ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ യുവി അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും രണ്ടായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകുന്നു. അവരെ രണ്ടുപേരെയും വേർപെടുത്തി എങ്ങനെയെങ്കിലും ലൂവിനെ ഇല്ലാതാക്കാനാണ് ഇവരുടെ പ്ലാൻ. യുവിയുടെ മനസ്സിൽ ഓൾറെഡി തന്നെ വിഷം കുത്തിവെച്ച് കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് തന്നെ അവൾ ആ പണി ചെയ്തോളും. പക്ഷെ ആ സമയം സാം നേരത്തെ കുടിച്ച സൂപ്പിന്റെ എഫക്ട് മൂലം ഇവന് പെട്ടെന്ന് ബാത്റൂമിൽ പോകാനായിട്ട് തോന്നുന്നു. യുവി ലൂവിനിട്ട് ഒരു പണിയെടുക്കാനായിട്ട് ആ ഒരു സൂപ്പില് വയറിളക്കാനുള്ള എന്തോ സംഭവം ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവള് കാറിൽ കയറുന്ന സമയത്ത് പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. ലൂവിനെ എത്രയും പെട്ടെന്ന് കൊല്ലുക എന്നുള്ളതാണ് ഇവളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇവന്റെ കഴുത്തിലൂടെ ഒരു ബെൽറ്റ് ഇട്ട് കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് ഇപ്പോൾ ഇവളുടെ ലക്ഷ്യം. അതിനായിട്ട് ഇവള് ആ ഒരു ബെൽറ്റ് അവന്റെ കഴുത്തിലൂടെ ഇട്ട് വലിക്കുന്നുണ്ടെങ്കിലും അതവന്റെ വായിലാണ് ആയി പോകുന്നത്. അതുകൊണ്ട് തന്നെ ലൂ അത് പിടിച്ചു മാറ്റിയിട്ട് നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് പിന്നെ ഈ സീറ്റ് ബെൽറ്റ് ഒന്നും അത്ര സെക്യൂർ ആയിരിക്കില്ല, അതുകൊണ്ട് ഞാൻ ഈ ബെൽറ്റ് കഴുത്തിലൂടെ ഒരു സേഫ്റ്റിക്കായിട്ട് ഇടാൻ നോക്കിയതാണ് എന്ന് പറയുന്നു. പക്ഷെ ലൂവിന് മനസ്സിലാവുന്നുണ്ട് ഇവളെ എന്തോ ഒരു കാര്യം അലട്ടുന്നുണ്ട്, വീണ്ടും തന്നെ കൊല്ലാനുള്ള പുറപ്പാടിലാണ് എന്നൊക്കെ. അതിനുശേഷം ഇവര് വീട്ടിലേക്ക് വരുമ്പോഴും ഇവനെ അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോ ലൂ അവളെ പിടിച്ചു നിർത്തി നിനക്ക് എന്താ പറ്റിയത്, ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, കാര്യം എന്താണെന്ന് പറ എന്ന് പറയുമ്പോൾ ഇവൾ ആദ്യം പറയാതെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ വിടാതെ ഇവളെ പിടിച്ചു നിർത്തുന്നു. അപ്പൊ യുവി പെട്ടെന്ന് ദേഷ്യം വന്ന് ഇവനെ തള്ളിയിട്ട് നിങ്ങളൊരു നല്ലവനെ അല്ല, ഞാൻ നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചു, പക്ഷെ നിങ്ങളെ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പേ അല്ല, നിങ്ങൾ എന്നെയും ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് ഉപദ്രവിക്കാൻ വേണ്ടിയല്ലേ, എല്ലാ സ്ത്രീകളെയും നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്, അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ ഇവന് മനസ്സിലാവുന്നുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാം തന്നെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവനെ പണിഷ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് ക്ലാരയെ അബ്രോഡ് പറഞ്ഞയക്കാൻ തന്നെ ഇവൻ തീരുമാനിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവൻ അന്ന് നൈറ്റ് ഒറ്റയ്ക്കിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടുത്തെ സൗണ്ട് കേട്ട് വീട്ടിലാരോ അതിക്രമിച്ച് കയറിയതാണ് എന്ന് പറഞ്ഞ് യുവി അത് നോക്കാനായിട്ട് താഴേക്ക് വരുന്നു. അവളുടെ വിചാരം ഏതോ കള്ളന്മാരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കാലിലെ ചെരിപ്പൂരി കണ്ണടച്ച് പിടിച്ച് ആരാ ഇവിടെ കയറിയത്, ആരായാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട, എന്നെ കൊന്നിട്ടല്ലാതെ നിനക്കൊന്നും ഇവിടെ നിന്ന് ഒരു സാധനം പോലും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ലോ ഇവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ട് അവളോട് നീ കണ്ണ് തുറന്ന് ആരാണെന്ന് നോക്ക്, ഇവിടെ വേറെ ആരുമില്ല, ഇത് ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് അവള് പേടി മാറി കണ്ണ് തുറക്കുന്നത്. അപ്പോ അവൾ ഇവനോട് വന്ന് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കുന്ന എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ലൂ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച് അതിലുള്ളത് ഇവന്റെ അമ്മയും കുഞ്ഞിലെയുള്ള ഇവന്റെ ഫോട്ടോയും ആണ്. നേരത്തെ അമ്മയുടെ റൂമിൽ തീ പിടിച്ചു എന്ന് പറഞ്ഞിരുന്നല്ല, ആ ഒരു സമയത്ത് ഈ ഫോട്ടോയിലും തീ പിടിച്ച് ഇത് 2 പീസ് ആയിരിക്കാണ്. അവന്റെ അമ്മ മരണപ്പെട്ടു പോയതാണ്, പക്ഷെ ഓർമ്മകൾ എപ്പോഴും അവരുടെ കൂടെ തന്നെ കാണുമല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ അതോർത്ത് ഇപ്പോ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോ അതൊക്കെ കേട്ട് ലൂവിനോട് എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കേണ്ട, ഞാനും കമ്പനി തരാം എന്ന് പറഞ്ഞ് അവനോടൊപ്പം ഇരുന്ന് അവളും ഒരുപാട് മദ്യം കഴിക്കുന്നു. അവസാനം മദ്യം തലയ്ക്ക് പിടിക്കുമ്പോൾ ഇവള് അവനെ കൊഞ്ചിക്കാനായിട്ട് ആരംഭിക്കുന്നു. നിങ്ങളുടെ വിഷമമെല്ലാം എനിക്ക് മനസ്സിലാവും, എനിക്ക് എന്തെങ്കിലും സൂപ്പർ പവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതെല്ലാം ഈസി ആയിട്ട് മാറ്റാനെ, നിങ്ങൾ എന്ത് നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യുന്നു. ഇവളിങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവനും അവന്റെ സങ്കടമൊക്കെ മറക്കാൻ സാധിക്കുന്നു. അങ്ങനെ അതിനുശേഷം ലൂ അന്ന് നൈറ്റ് റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആരോ കരയുന്ന പോലെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ ഇവൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് വേറെ ആരും അല്ല ഇരുന്ന് മോങ്ങുന്നത് യുവി തന്നെയാണ്. അത് കണ്ട് ഇവൻ ഓടിച്ചെന്ന് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവള് എനിക്ക് നല്ല പല്ലുവേദനയാണ്, കിച്ചണിലുണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റ് ഞാൻ എടുത്ത് കഴിച്ചതാണ് എന്ന് പറയുമ്പോൾ ഇവള് കുറച്ചൊന്നും അല്ല ഒരു ലോഡ് തന്നെ ചോക്ലേറ്റ് അകത്താക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പല്ലുവേദന ഉണ്ടായത്. ബ്രഷൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല എന്ന് പറയുമ്പോൾ ലൂ അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് ലൂ തന്നെ ആദ്യം ഡോക്ടറെ കാണാനായിട്ട് കയറുന്നു. കാരണം മുന്നേ തന്നെ ഇവന്റെ വൈഫിന് മധുരങ്ങളോട് ഭയങ്കര ക്രേസ് ആണ്. അതുകൊണ്ട് തന്നെ കൂടെ പല്ലുവേദന വരികയും ഡോക്ടറെ കാണാനായിട്ട് പലപ്പോഴായി വന്നിട്ടുണ്ട്. ഡോക്ടറിനും അറിയാം ഇപ്പൊ ഇവന്റെ വൈഫിന് ഓർമ്മയൊന്നും ഇല്ല എന്ന കാര്യങ്ങള്. അതുകൊണ്ട് തന്നെ പഴയ കാര്യങ്ങളൊക്കെ വൈഫിന് ഓർമ്മ വന്നോ എന്ന് ചോദിക്കുമ്പോൾ ലൂവും ഡോക്ടറോട് ഇല്ല എന്ന് പറയുന്നു. എന്നാൽ അപ്പോഴേക്കും യുവിയുടെ അടുത്തേക്ക് ക്ലാര വന്നിട്ട് ലൂവിനെ കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. കാരണം ലൂ ആണല്ലോ ഇവളെയും ഇവളുടെ ഹസ്ബൻഡിനെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇവനൊരു മോശപ്പെട്ട വ്യക്തിയാണ് എന്നീ കാര്യങ്ങളൊക്കെ ക്ലാര യുവിയോട് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ കേട്ട് യുവി നേരെ അകത്തോട്ട് വന്ന് ലൂവിനോട് എനിക്ക് ഇനി മുതൽ നിങ്ങളുടെ ഡ്രൈവറായിട്ട് ഇരിക്കാൻ ഒരു താല്പര്യമില്ല, ഞാൻ ഈ ജോലി രാജിവെക്കാണ് എന്ന് പറയുമ്പോൾ ലൂ ഒന്നും മനസ്സിലാവാതെ നീ എന്തിനാ ഇപ്പൊ ജോലി രാജിവെക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഇവളെ ലൂവിനോട് ഞാൻ നിങ്ങളുടെ വൈഫിന്റെ ലുക്കുള്ളത് കൊണ്ടാണോ നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയേക്കുന്നത്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്റെ ഫീലിംഗ്സ് ആണ് നിങ്ങൾ അടിച്ചമർത്തുന്നത്, ഞാൻ ഒരു മനുഷ്യൻ തന്നെയാണ്, എനിക്കിനി ഇവിടെ നിൽക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ലൂ അവളെ വിടാതെ നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങള് എന്ന് പറയുന്നുണ്ടെങ്കിലും യുവി പെട്ടെന്ന് യുവിനെ ദേഷ്യം വന്ന് തല്ലുന്നു. അടിച്ചു കഴിഞ്ഞിട്ടാണ് അവൾക്ക് തന്നെ അത് അബദ്ധമായി പോയി എന്ന് ഫീൽ ആവുന്നത്.
അത് ലൂവിനും നല്ലതുപോലെ തന്നെ ഫീൽ ആവുന്നു. അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്നൊരു പഴയ കാര്യം ഓർമ്മ വരുന്നു. ഇവൾക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതിന് മുന്നേ ഇവനൊരു ചെറിയ മുറിവ് വന്നാൽ പോലും അത് ഒട്ടും സഹിക്കാത്ത വ്യക്തിയായിരുന്നു ഇവള്. അവന്റെ വൈഫ് തന്നെയാണ് ഇപ്പൊ ഇവനെ ആഞ്ഞടിച്ചത്. അതുകൊണ്ട് തന്നെ അവനത് നല്ല ഫീൽ ആവുന്നുണ്ട്. അപ്പൊ ഇവള് ഞാൻ അത് ഉദ്ദേശിച്ച് ചെയ്തതല്ല, നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് അടിച്ചു പോയതാണ് എന്ന് പറയുമ്പോൾ ലൂ നീ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും ഞാൻ നിന്നെ ഇവിടെ പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗാർഡ്സിനോട് ഇവളെ പുറത്തു പോകാതെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ഇവള് ദേഷ്യം വന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ നിങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, ഞാനെന്നല്ല ഒരു പെണ്ണ് നിങ്ങളെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, നിങ്ങളുടെ വൈഫ് നിങ്ങളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ ഇവളെ വിളിച്ച് പറയുന്നു. അതിനുശേഷം ഇപ്പോ ക്ലാരയെ ലൂ പിടിച്ചു വെച്ചേക്കാണ്. ഇവളെ കാരണമാണല്ലോ ഇത്രയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ലൂ അവളോട് നീ എന്റെ ഹോസ്പിറ്റലിൽ വെച്ച് എന്താ യുവിയോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിങ്ങള് വർഷങ്ങളായിട്ട് എന്നെയും എന്റെ ഹസ്ബൻഡിനെയും പിരിച്ചു നിർത്തിയേക്കാണ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് ജീവിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ യുവിയെ കണ്ട് നിങ്ങള് എന്നെയും എന്റെ ഹസ്ബൻഡിനെയും ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ല, നിങ്ങളുടെ വൈഫുമായിട്ട് സാമ്യമുള്ളത് കൊണ്ടാണ് അവളെ നിങ്ങളെ കൂടെ കൂട്ടിയിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ലൂവിന് നല്ല ദേഷ്യം വരുന്നു. എന്റെ വൈഫിന് ആക്സിഡന്റ് സംഭവിച്ചതിൽ നിനക്കും നിന്റെ ഹസ്ബൻഡിനും പങ്കുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, ഞാൻ നിങ്ങളോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല, നീ അബ്രോഡ് പോകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഇവൾ അവന്റെ കാല് പിടിച്ച് എനിക്കും എന്റെ ഹസ്ബൻഡിനും ആ ഒരു ആക്സിഡന്റുമായിട്ട് ഒരു ബന്ധവുമില്ല, നിങ്ങൾ എനിക്ക് ഒരു മാസത്തെ സമയം താ, ഞാൻ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കണ്ടെത്തി തരാം എന്ന് പറയുമ്പോൾ ഇവനും ശരി നീ കണ്ടെത്താനായിട്ട് പറയുന്നു. അതിനുശേഷം ഇവിടെ ഇവള് ലൂവിനെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. അവൻ ഇവളോട് വളരെ കെയറോട് കൂടിയാണല്ലോ എപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, ആരെങ്കിലും പറയുന്നത് കേട്ട് ഇനിയും അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നൊക്കെ ഉറപ്പിച്ച് ഇവള് അവൻ വരുമ്പോ വലിയ കാര്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവളെ ഡ്രൈവറായിട്ടുള്ള ആ ഒരു ജോലി രാജിവെക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവനും സന്തോഷാവുന്നു. അങ്ങനെ അവനും അവളോട് ഇനി ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുകളയില്ല എന്ന് പറഞ്ഞ് അവരെ കിസ് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും ഇവന് പെട്ടെന്നൊരു അർജന്റ് കോള് വരുന്നു. അതുകൊണ്ട് തന്നെ അവൻ സംസാരിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നു. അപ്പോ ഇവള് അവനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് ഓൺലൈനില് കുക്കിംഗ് വീഡിയോസ് ഒക്കെ എടുത്ത് കാണുന്നു. ലൂവിനെ വിളിച്ചേക്കുന്നത് മറ്റാരുമല്ല മുത്തശ്ശൻ തന്നെയാണ്. അങ്ങനെ അവന് മുത്തശ്ശനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. മുത്തശ്ശന്റെ കമ്പനി ഇപ്പോ വളരെ ലോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരൻ ലൂ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവനോട് ചൂടാവുമ്പോ ലൂ അയാളോട് ഞാനിത് അവസാനിപ്പിക്കാൻ പോകുന്നില്ല, നിങ്ങൾ എന്റെ വഴിക്ക് കുറുകെ വന്നാൽ ഇതിൽ കൂടുതൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകുന്നു. പക്ഷെ ഇയാളുടെ കമ്പനി തകർച്ചയിലോട്ടാണ് പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് അതൊക്കെ ആലോചിച്ച് അറ്റാക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ ഹാനും സാമും കൂടി അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ ലൂവിന് വേണ്ടി ഇവിടെ യുവി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലോ. അവള് മഷ്റൂം കൊണ്ടുള്ള എന്തോ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ആ ഒരു മഷ്റൂം പോയിസൺ ആയിട്ടുള്ള സംഭവമായിരുന്നു, ആഹാരം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല. പക്ഷെ ഇവൾക്ക് അതിനെപ്പറ്റി വലിയ നോളജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൾ അതെടുത്ത് കുക്ക് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. സോ അവൾക്ക് ഫുഡ് പോയിസൺ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിവരം അറിഞ്ഞു ലൂ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ പോയിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇപ്പൊ ഈ മുത്തശ്ശനുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് യുവിയെയും കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു സമയത്ത് ക്ലാര സാമിനുള്ള ഫുഡൊക്കെ കൊണ്ടു കൊടുക്കാൻ നേരം അവിടെ വെച്ച് ലൂവിനെയും യുവിയെയും കാണുന്നു. അതുകൊണ്ട് തന്നെ അവള് റൂം തപ്പിച്ചെന്ന് ഇവൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ഫുഡ് പോയിസൺ ആണെന്ന് ലൂ പറയുന്നു. യുവിക്കാണെങ്കിൽ ശരിക്കും ബോധം വന്നിട്ടില്ല, ഇപ്പോഴും അബോധാവസ്ഥയിൽ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് ഉറങ്ങി നിൽക്കുമ്പോൾ ശരിയാവും എന്ന് പറയുന്നു. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ക്ലാര അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ക്ലാര ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് സാം കാണുന്നു. അതുകൊണ്ട് തന്നെ അവിടെ യുവിയാണ് ഇപ്പോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇപ്പോ മുത്തശ്ശൻ ഹോസ്പിറ്റലിലാണല്ലോ, അയാളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഹാനും സാമും കൂടി ലൂവിനെ ഇല്ലാതാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അവനെ തളർത്താനുള്ള ഏറ്റവും വലിയ വഴി യുവി ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം യുവിയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവള് ഉറക്കം എഴുന്നേൽക്കുന്നു. അപ്പോ ലൂ ഇവളോട് നീ എനിക്ക് വേണ്ടിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയതെങ്കിൽ അത് നീ തന്നെയാണോ കഴിച്ചു നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാനതില് ഉപ്പുണ്ടോ നോക്കിയതാണ് എന്ന് പറയുന്നു. അപ്പൊ അത് കേൾക്കുമ്പോ ഇവന് തന്നെ ചിരി വരുന്നു. അതിനുശേഷം ഇവൾ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞ് ലൂ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ഇവളും അവന്റെ പിറകെ തന്നെ ഫുഡ് വാങ്ങാനായിട്ട് പോകുന്നു. പക്ഷെ അതേ സമയം തന്നെ സാം പറഞ്ഞയച്ച ആ ഒരു കില്ലർ അങ്ങോട്ടേക്ക് എത്തുന്നു യുവിയെ കൊല്ലാനായിട്ട്. പക്ഷെ അയാൾ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ സാം യുവി ആ ഒരു റൂം വിട്ടു പോയ കാര്യം മനസ്സിലാക്കി ആ ഒരു കാര്യം ഈ കില്ലറെ വിളിച്ച് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാള് യുവിയെ ഫോളോ ചെയ്ത് അവളെ പിടികൂടുന്നു. പക്ഷെ ലൂ ഫുഡ് വാങ്ങാൻ പോകുന്ന നേരം അവന്റെ പുറകെ ഇവൾ ഇറങ്ങി വന്ന കാര്യം അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഫുഡൊക്കെ വാങ്ങി തിരിച്ചെത്തുമ്പോൾ റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇവൻ പെട്ടെന്ന് ഗാർഡ്സിനോട് CCTV ഒക്കെ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അവര് ചെക്ക് ചെയ്തിട്ട് CCTV എല്ലാം തന്നെ കട്ടായ കാര്യം പറയുന്നു. ലൂവിനും അത് മനസ്സിലാവുന്നുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാമും
ഹാനും തന്നെയാണ് എന്ന്. അങ്ങനെ ഇവനും യുവിയെ അന്വേഷിച്ച് പോകുമ്പോൾ അവന് സംശയാസ്പദമായിട്ട് ഒരാള് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് കാണുന്നു. അവനത് ചെക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ക്ലാര അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ ഇവൻ ആ ഒരു പേഷ്യന്റിനെ ചെക്ക് ചെയ്യുന്നില്ല. പക്ഷെ അത് പേഷ്യന്റ് ഒന്നും ആയിരുന്നില്ല, യുവി തന്നെയായിരുന്നു. ആ ഒരു സമയം മുതലാക്കി അയാളും അവിടെ നിന്ന് അവളെയും കൊണ്ട് രക്ഷപ്പെടുന്നു. അങ്ങനെ ഇവിടെ കുറച്ച് ഗുണ്ടകള് യുവിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കെട്ടിവെച്ചിരിക്കാണ്. അവര് ഇവളോട് നിന്റെ ഹസ്ബൻഡിനെ വിളിക്ക് എന്ന് പറയുമ്പോ ഇവള് എനിക്ക് അയാളെ നമ്പർ ഒന്നും അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവര് നീ ഒരു വൈഫ് അല്ലേ, എന്നിട്ടാണോ സ്വന്തം ഹസ്ബൻഡിന്റെ നമ്പർ ഓർമ്മയില്ലാത്തത് എന്ന് ചോദിക്കുമ്പോ ഇവള് അയ്യോ നിങ്ങൾക്ക് ആള് മാറിപ്പോയതാ, ഞാൻ അയാളുടെ വൈഫൊന്നും അല്ല, അയാളുടെ വൈഫിനോട് സാമ്യമുള്ള ഒരു വ്യക്തിയാ. ഞാനും നിങ്ങളെ പോലെ അയാളെ കൊല്ലാനോ ശ്രമിക്കുന്നത്, ഒരു കില്ലർ തന്നെയാ ഞാനും. നിങ്ങൾക്ക് അയാളെയാണ് ലക്ഷ്യമെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുമ്പോ ആ പൊട്ടന്മാര് ഇവളുടെ വാക്കുകളിൽ വീഴുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ അവരോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യാം എന്ന് പറയുമ്പോൾ അവരും അത് സമ്മതിച്ച് ഈസി ആയിട്ട് ഇവളെ അഴിച്ചങ്ങ് വിടുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ ആ ഒരു ദൗത്യം ഇവർക്ക് വേണ്ടി ചെയ്യാം എന്ന് പറയുമ്പോൾ അവർക്ക് പണി എളുപ്പമായല്ലോ. അതുകൊണ്ട് തന്നെ ആ പൊട്ടന്മാര് അത് സമ്മതിച്ച് ഇവളെ അഴിച്ചു വിടുന്നു. അപ്പോഴേക്കും ഹാൻ ഇയാളെ കോൾ ചെയ്ത് അവളെ വിടരുത്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയുന്നു. അപ്പൊ ഈ ഗുണ്ട അയ്യോ സാറേ അത് നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല, നമുക്ക് ആള് മാറിപ്പോയതാ, അവളും അയാളെ കൊല്ലാൻ നടക്കുന്ന പെൺകുട്ടി തന്നെയാ, അതുകൊണ്ട് ഞാൻ അവളെ അങ്ങ് അഴിച്ചു വിട്ടു എന്ന് പറയുമ്പോ ഹാൻ എടാ മണ്ടന്മാരെ ഞാൻ നിന്നേക്കാണല്ലോ ഈ പണി വിശ്വസിച്ചേൽപ്പിച്ചത്, അവളെ ഒരു വട്ടത്തിയ, അവള് പറഞ്ഞത് നീയൊക്കെ അങ്ങ് വിശ്വസിച്ചോ, എത്രയും പെട്ടെന്ന് അവളെ പോയി പിടികൂടാനായിട്ട് പറയുന്നു. എന്നാൽ അതേ സ്ഥലത്തോട്ട് തന്നെ ക്ലാരയും എത്തുന്നു. ഇവര് യുവിയെ കടത്തിക്കൊണ്ടുവന്നത് എന്തിനാണെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ അപ്പോഴേക്കും യുവി പിറകിന്ന് വന്ന് ഇവളുടെ വാ പൊത്തിയിട്ട് നീ ഇവിടെ എന്ത് ചെയ്യാ എന്ന് ചോദിക്കുമ്പോൾ ക്ലാര ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്നു. അങ്ങനെ യുവിയും ഇവളോട് എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പോവാം എന്ന് പറയുമ്പോൾ ക്ലാര യുവിയെ മുന്നേ പറഞ്ഞയക്കുന്നു. ഇവൾക്ക് ഇവരെന്തിനാണ് യുവിയെ തട്ടിക്കൊണ്ടുവന്നത് എന്ന കാര്യം അറിയണം. എന്നാൽ അപ്പോഴേക്കും ആ ഗുണ്ടകള് നേരെ ഇവളുടെ അടുത്തേക്ക് വന്ന് നീ ആരാ എന്ന് ചോദിച്ചിട്ട് ഹാനിനെ വിളിച്ച് സാർ ആ ഓടിപ്പോയ പെൺകുട്ടിയെ കിട്ടിയിട്ടില്ല, പകരം മറ്റൊരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ട്, അവളുടെ കൂട്ടുകാരിയാണെന്നാ തോന്നുന്നത്, ഇവളെ പിടിച്ചു വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹാനും പിടിച്ചു വെക്കാനായിട്ട് പറയുന്നു. യുവി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന വഴിക്ക് കറക്റ്റ് അവളെ രക്ഷിക്കാനായിട്ട് ആ ഒരു സമയത്ത് ലൂ അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നാൽ അതേ സമയം തന്നെ സാം ഇവിടെ ഹാനിനെ എടുത്ത് നല്ലത് പൊട്ടിച്ചോണ്ടിരിക്കാണ്. കാരണം ഇപ്പോ സാമിന്റെ വൈഫിനെയാണല്ലോ ഹാൻ പിടിച്ചു വെച്ചിരിക്കുന്നത്. നീ എന്തിനാ എന്റെ വൈഫിനെ ഇതിലോട്ട് വലിച്ചഴിക്കുന്നത്, മര്യാദയ്ക്ക് അവളെ വിടാൻ പറ, ഇല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോ ഹാൻ അവള് കാരണമാണ് യുവി രക്ഷപ്പെട്ടത്, നമ്മുടെ പ്ലാൻ എല്ലാം കൊളമാക്കിയത് നിന്റെ വൈഫ് തന്നെയാണ് എന്ന് പറയുമ്പോ സാം നിന്റെ വേലത്തരങ്ങളൊന്നും എന്റെ വൈഫിന്റെ അടുത്ത് വേണ്ട, മര്യാദയ്ക്ക് അവളെ വിടാനായിട്ട് പറയാൻ പറയുന്നു. അപ്പൊ ഇവിടെ യുവിയെ ലൂ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കാണ്. ഇപ്പൊ ഇവൾക്ക് നടക്കാനൊന്നും സാധിക്കുന്നില്ല, അവശതയിലാണ്. അതുകൊണ്ട് തന്നെ ലൂവിനോട് എനിക്ക് കാല് വേദനിക്കുന്നു, ചൂട് വെച്ച് തരാനായിട്ട് പറയുന്നു. അങ്ങനെ ലൂവും അവൾക്ക് ചൂട് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവൻ ഇവളെ കളിയാക്കാനായിട്ട് തുടങ്ങുന്നു. അല്ല നിങ്ങൾ കൊലയാളികൾക്ക് കാല് വേദനയൊക്കെ ഉണ്ടാവോ, വേദനയൊക്കെ നിങ്ങൾക്ക് ഫീൽ ആവോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അത് കേട്ട് ദേഷ്യം വന്ന് ഇവള് നീ എന്നെയാണോടെ കളിയാക്കുന്നത് എന്ന് ചോദിച്ച് അവനെ തലയാണ എടുത്ത് എറിയുന്നു. അങ്ങനെ ലൂവിനെ അവിടെ നിന്ന് പറഞ്ഞയച്ചതിന് ശേഷം എങ്ങനെയാണ് ഒരാളെ കൊല്ലുന്നത് എന്ന് യൂട്യൂബിലെ വീഡിയോ കാണുന്നു. തലയിലൂടെ പുതപ്പൊക്കെയിട്ടാണ് കാണുന്നത്. ഇവൾക്ക് അത് കാണാനുള്ള ധൈര്യം പോലും ഇല്ല. അപ്പോ ലോ പുറകിലൂടെ വന്ന് അത് കണ്ട് അല്ല മാഡം ഇപ്പോഴാണോ കൊല ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത്, കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുന്നു. അപ്പൊ ഇവൾ അവനോട് നീ ചിരിക്കണ്ട, നിനക്ക് എന്റെ സ്കിൽ എന്താണെന്ന് അറിയില്ല, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, ഇഞ്ചിൻ ചേട്ടൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നു. അപ്പോ അവനും ഓ ശരി മാഡം നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോവാൻ തുടങ്ങുമ്പോ ഇവള് എന്തിനാ ഇപ്പൊ ലൈറ്റ് ഓഫ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ലു നിനക്ക് പേടിയാണെങ്കിൽ ഞാനും കൂടെ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് അവനും ഇവളുടെ അടുത്തിരിക്കുന്നു. അപ്പൊ ഇവള് ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇവൾക്ക് നല്ല പേടിയാവുന്നു. അതുകൊണ്ട് തന്നെ അവള് ലൂവിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോ അവനും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇവളെ സമാധാനിപ്പിക്കുന്നു. അപ്പോ ആ ഒരു സമയത്ത് ഇവര് കുറച്ച് അധികം തന്നെ ക്ലോസ് ആവുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇവളെ കിസ് ചെയ്യുന്നു. ഇവളും അവനെ തടയുന്നില്ല. അങ്ങനെ അതിനുശേഷം പിറ്റേന്ന് ഇവരുടെ വീട്ടിലേക്ക് ക്ലാര എത്തുന്നു. പക്ഷെ ലോവിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവളോട് അവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയുമ്പോൾ യുവി അത് കേട്ടുകൊണ്ട് വന്ന് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇത് എന്റെ ഫ്രണ്ടാണ്, ഇവളില്ലായിരുന്നെങ്കിൽ ഇന്നലെ ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളെ അകത്തോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് ലോവിനോട് ഇവൾക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് പറയുന്നു. അപ്പൊ അവൻ ഞാൻ ഇവൾക്ക് വെള്ളം എടുത്തു കൊടുക്കണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ യുവി ഓ നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവള് തന്നെ വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നു. അതിനുശേഷം അവര് കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം ക്ലാര പോവാനായിട്ട് തുടങ്ങുമ്പോൾ അവളെ പിക്ക് ചെയ്യാനായിട്ട് സാം അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ സാം തന്നെ ക്ലാരയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം യുവി ലൂവിനോട് ബോസ് എനിക്ക് തോന്നുന്നത് ക്ലാരയ്ക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നാ,
പക്ഷെ സാമിന് നല്ല അസൂയുണ്ട്. അവനത് ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി കറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൻ അവളുടെ തലക്കൊരെണ്ണം കൊടുത്തിട്ട് നിന്റെ പൊട്ട ബുദ്ധിയിൽ ഇത് മാത്രമേ ഉദിക്കുന്നുള്ളൂ, പോയി വല്ല പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം ഇപ്പോ ഇവര് രണ്ടുപേരും ഒരുമിച്ച് നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് യുവി ക്ലാരയോട് ലൂവിന്റെ എക്സ് വൈഫിനെ കുറിച്ച് ചോദിക്കുന്നു. എക്സ് വൈഫ് എന്ന് പറയുന്നത് യുവി തന്നെയാണല്ലോ, പക്ഷെ അവൾക്ക് ആ കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ ക്ലാര ഇവളോട് ലൂവിന്റെ എക്സ് വൈഫ് എന്ന രീതിയിൽ ഇവളെ കുറിച്ച് തന്നെയുള്ള എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇവള് അതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾക്ക് തലയൊക്കെ വേദനിക്കാൻ തുടങ്ങി. അവള് ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ ഇപ്പൊ ഇവള് ഹോസ്പിറ്റലിലാണ്. ലൂ ക്ലാരയെ നല്ലോണം തന്നെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. നീ കാരണമാണ് ഇവൾക്ക് ഇപ്പൊ ഈ അവസ്ഥ ഉണ്ടായത്. പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഇവളെ വഴക്ക് പറയുന്നു. അങ്ങനെ ക്ലാരയെ അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഇപ്പൊ ഇവള് ഫുള്ള് ഓക്കെ ആയിട്ടില്ല. പഴയ ആ ഒരു ഓർമ്മകളൊക്കെ ഇവൾക്ക് സ്വപ്നങ്ങളായിട്ട് വന്ന് അവൾ അതൊക്കെ കണ്ട് പേടിച്ച് എഴുന്നേൽക്കുന്നു. പെട്ടെന്ന് തന്നെ അവള് ലൂവിനെ കെട്ടിപ്പിടിക്കുന്നു. അവനും അവളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ അവൻ അവളെ ആശ്വസിപ്പിച്ച് ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം, നിനക്ക് വിശക്കുന്നുണ്ടായിരിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് ഫുഡ് വാങ്ങാൻ പോകുമ്പോ ഇവള് അവനെ വിടുന്നില്ല. എനിക്ക് പേടിയാണ്, എന്നോട് പിരിക്കാനായിട്ട് പറയുന്നു. അവനപ്പോ ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നാല് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് തന്നെ കഴിക്കാം എന്ന് പറഞ്ഞ് അവളെ ഒരുവിധം ആശ്വസിപ്പിച്ച് പുറത്തിറങ്ങുമ്പോ അവിടെ ക്ലാര വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. യുവിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ലൂ അവളോട് നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട, എനിക്ക് നിന്നെ കാണാൻ ഒരു താല്പര്യമില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നു. അപ്പൊ ഇവള് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുമ്പോൾ ലൂ ആദ്യം സമ്മതിക്കുന്നില്ല. പക്ഷെ ആ ഒരു ആക്സിഡന്റിനെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ ലൂവും അവളോട് പറഞ്ഞു തുലയ്ക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഇവള് 3 വർഷം മുന്നേ നടന്ന ആ ഒരു ആക്സിഡന്റിന്റെ കാര്യങ്ങൾ പറയുന്നു. ഇവര് തമ്മിൽ അന്നും നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അപ്പോ ആ ഒരു സമയത്ത് ഉടനെ തന്നെ ഇവളുടെ ബർത്ത്ഡേ വരാനായിട്ട് പോവാണ് ഈ ക്ലാരയുടെ. അപ്പൊ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ഈ യുവിയും സാമും രഹസ്യമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇവള് തെറ്റിദ്ധരിക്കുന്നു. ഇവളുടെ ഹസ്ബൻഡുമായിട്ട് മോശം രീതിയിൽ എന്തോ ഒരു അഫെയർ യുവിക്കുണ്ട് എന്ന രീതിയിൽ ഇവളത് എടുക്കുന്നു. യുവി അതിന്റെ സത്യാവസ്ഥ പറയാൻ വരുന്നുണ്ടെങ്കിലും ഇവള് കേൾക്കാതെ യുവിയോട് ദേഷ്യപ്പെട്ടു പോകുന്നു. പക്ഷെ യുവി ഇവളുടെ പിറകെ നടന്ന് അതിന്റെ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. ആ ഒരു സമയത്താണ് യുവിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത്. അല്ലാണ്ട് ആ ഒരു ആക്സിഡന്റിൽ തനിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്ന് ക്ലാര ലൂവിനോട് പറയുന്നു. അപ്പോ ലൂ ക്ലാരയോട് ഈ കാര്യങ്ങളൊക്കെ നീ എന്താ മുന്നേ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് എനിക്ക് നിങ്ങൾ അതിനുള്ള അവസരം തന്നിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലാര അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവിടെ സാം ഇപ്പോ യുവിയെ കൊല്ലാനായിട്ട് ആരെയോ ഏൽപ്പിക്കുന്നു. പക്ഷെ അവൻ ആ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്ലാര കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ അവള് പെട്ടെന്ന് ലൂവിനെ വിളിച്ച് ആ ഒരു കാര്യങ്ങള് അറിയിക്കാൻ തുടങ്ങുമ്പോഴേക്കും സാങ് അങ്ങോട്ടേക്ക് വന്ന് എന്താ നീ എന്നെ ഒറ്റ കൊടുക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൾ അവനോട് നീ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, നീ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സാം ഇവളെ തല്ലിയിട്ട് ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് നമുക്ക് ഈ സ്വത്തും പണവും ഒന്നും വേണ്ട, എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം, എനിക്ക് നീ മാത്രം മതി എന്ന് പറയുമ്പോൾ ഇവൻ നിനക്കിതൊന്നും വേണ്ടായിരിക്കാം, പക്ഷെ എനിക്കിതെല്ലാം വേണം എന്ന് പറഞ്ഞിട്ട് അവളെ ആ ഒരു റൂമിലിട്ട് പൂട്ടി അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോ ഇവിടെ ലൂവിന് 3 വർഷം മുന്നേ ആ ഒരു ആക്സിഡന്റ് സമയത്ത് നഷ്ടപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ വീണ്ടും റിക്കവർ ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ആ ഒരു CCTV ദൃശ്യത്തില് സാം ആ ഒരു ആക്സിഡന്റ് കണ്ടിട്ടും വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് ലൂ കാണുന്നു. അപ്പോഴേക്കും കറക്റ്റ് സാമും അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോൾ ലൂ ദേഷ്യം വന്ന് അവന്റെ കുത്തിനെ പിടിച്ച് നീ എന്തിനു വേണ്ടിയാ എന്റെ വൈഫിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ സൈക്കോ മാതിരി ചിരിച്ച് കുറച്ച് മാസമായിട്ട് ലൂവിന്റെ ചെയറിൽ വന്നിരുന്ന് എനിക്ക് ഈ മുഴുവൻ ലൂ ഗ്രൂപ്പിന്റെ ഹെഡ് ആവണം, നീ നിന്റെ സ്വത്തെല്ലാം എനിക്ക് എഴുതി തരണം, ഇല്ലെങ്കിൽ നിന്റെ വൈഫിന്റെ ജീവൻ ഇപ്പോ എന്റെ കയ്യിലാണുള്ളത് എന്ന് പറഞ്ഞ് അവളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ഇവനെ കാണിക്കുന്നു. യുവി ഇപ്പോ ഇവരുടെ കസ്റ്റഡിയിലാണ്. അപ്പൊ ഇവിടെ ക്ലാര മാക്സിമം ലൂവിനെ കാര്യങ്ങൾ വിളിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ നടപടിയാവുന്നില്ല. അവസാനം അവൾ ആ ഒരു റൂമിന്റെ ജനൽ വഴി എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. എന്നിട്ട് നേരെ യുവിയെ അവരെ പിടിച്ചു വെച്ചേക്കുന്ന സ്ഥലത്തോട്ട് എത്തുന്നു. അപ്പോ സാമും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ലൂവിനെയും കൂട്ടിക്കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. എന്നിട്ട് ഹാൻ ലൂവിന് ഒരു ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് അവന്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഇവർക്ക് എഴുതി കൊടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ലൂവും ആ ഒരു ഡോക്യുമെന്റ്സിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് അവിടെ കെട്ടിവെച്ചിരിക്കുന്നത് ഇവന്റെ വൈഫല്ല എന്ന കാര്യം ലൂവിന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ വലിച്ചു കയറി കളയുന്നു. അപ്പൊ സാം അത് കണ്ട് നിനക്ക് ഇത്ര ധൈര്യോ, എങ്കിൽ പിന്നെ ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ ഇവിടെ കിടന്ന് കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും എന്ന് പറഞ്ഞ് അവൻ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് യുവിയാണെന്ന് കരുതി അവിടെ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു പെണ്ണിനെ കുത്തുന്നു. പക്ഷെ പിന്നീടാണ് സാം ആ കാര്യം അറിയുന്നത്. അവിടെ ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്നത് യുവി ആയിരുന്നില്ല, ഇവന്റെ വൈഫായിട്ടുള്ള ക്ലാര ആയിരുന്നു. പെട്ടെന്ന് അതറിഞ്ഞ് അവൻ അവളോട് സോറി ചോദിക്കുമ്പോൾ ഇവള് താൻ പ്രഗ്നന്റ് ആയിരുന്നു എന്ന കാര്യം ഇവനോട് പറയുന്നു. ഈ കാര്യം ഞാൻ നിന്നോട് പറയാൻ ഒരുപാട് ശ്രമിച്ചതാ, പക്ഷെ നീ ഒരു തവണ പോലും എന്നെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. നിനക്ക് എപ്പോഴും സ്വത്തും പണവും മാത്രമായിരുന്നു വലുത്. പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ നിന്നോടൊപ്പം ഉള്ള ഒരു സമാധാനത്തോടു കൂടിയുള്ള ലൈഫാണ് ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് അവിടെ മരിച്ചു വീഴുന്നു. സത്യത്തില് ക്ലാര അങ്ങോട്ടേക്ക് എത്തി യുവിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിട്ട് അവള് ആ ഒരു ഡ്രസ്സിൽ അവിടെ ഇരിക്കുകയായിരുന്നു. ഇതിനുശേഷം ഇപ്പോ സാം ആ ഒരു ക്ലാരയുടെ ബോഡിയും തൂക്കിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവള് മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങാണ് എന്ന് പറഞ്ഞാണ് ഇവനിപ്പോ ഉള്ളത്. അവിടെ തന്നെ ക്ലാര മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന പ്രഗ്നൻസി റിപ്പോർട്ടും ഇവൻ കാണുന്നു. ഇവനിപ്പോ ഫുള്ള് തകർന്നിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഹാൻ അങ്ങോട്ടേക്ക് വന്ന് ഇതിനെല്ലാം കാരണം അവനല്ലേ, ആ ലൂ. അവനെയും അവന്റെ വൈഫിനെയും വെറുതെ വിടാൻ പാടില്ല, അവനോട് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞ് ഇവനെ എരികേറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവര് വീണ്ടും യുവിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച് ലൂവിനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നു. അവനും അങ്ങോട്ടേക്ക് വന്ന് നിനക്കൊക്കെ വേണ്ടത് എന്റെ സ്വത്തല്ലേ, ഞാൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഹാനിനെ ഏൽപ്പിക്കുന്നു. അവനത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ടെങ്കിലും സാം ഓക്കെ ആവുന്നില്ല. എനിക്ക് ഇത് മാത്രം പോരാ, നീ കാരണമാണ് ഞാനും എന്റെ വൈഫും വർഷങ്ങളായിട്ട് വേർപിരിഞ്ഞു കഴിഞ്ഞത്. എന്നെയും എന്റെ വൈഫിനെയും ഇല്ലാതാക്കിയത് നീയാണ്. അതുകൊണ്ട് ഇനി നീയും നിന്റെ വൈഫും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ലൂവിനെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി യുവിയെയും ഇവനെയും ഒരു കാറിലാക്കി അതില് ഫുള്ള് പെട്രോൾ ഒഴിച്ചിട്ട് തീയിടുന്നു. അവര് രണ്ടുപേരും ഇപ്പൊ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് യുവിക്ക് അവളുടെ ഓർമ്മയിലോട്ട് പഴയ കാര്യങ്ങള് എല്ലാം തന്നെ കടന്നു വരുന്നു. ലൂ അവളുടെ ഹസ്ബൻഡ് ആയിരുന്നതും അവനോടൊപ്പമുള്ള ഓർമ്മകളും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവള് അവനെ രക്ഷിക്കാനായിട്ട് ആ വണ്ടിയിൽ നിന്ന് ലൂവിനെ തള്ളി താഴേക്ക് ഇടുന്നു. അതിനുശേഷം ഇപ്പോ ലൂ ഹോസ്പിറ്റലിലാണ്. അവൻ കണ്ണു തുറന്ന് ഉടനെ തന്നെ ചോദിക്കുന്നത് യുവി എവിടെ എന്നാണ്. പക്ഷെ അവളെ ആർക്കും തന്നെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതറിഞ്ഞ് ഉടനെ തന്നെ ഇവൻ നേരെ സാമിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിലും അവനിപ്പോ ഒരു സൈക്കോയാണ്. അവന്റെ വൈഫ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇവന്റെ മാനസിക നില മുഴുവനായിട്ടും താറുമാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവനെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന് ലൂവിന് മനസ്സിലാവുന്നു. അങ്ങനെ ഇവൻ നേരെ ഇവന്റെ വീട്ടിലോട്ട് വരുന്നു. അവിടെ അപ്പോ യുവി ഇവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. പഴയ ആ ഒരു കില്ലറൊന്നും ആയിട്ടല്ല, ഇവന്റെ വൈഫായിട്ട്. ഇവൻ പെട്ടെന്ന് തന്നെ അവളെ ഓടിച്ചെന്ന് ഹഗ് ചെയ്യുന്നു. അവൾക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ലൂവിന് ഒരുപാട് സന്തോഷാവുന്നു. അപ്പൊ ഇവള് അവനോട് ക്ലാരയെ കുറിച്ച് ചോദിക്കുമ്പോൾ അവള് മരിച്ചുപോയി, സാം ഇപ്പോ ഒരു ഭ്രാന്തനാണ് എന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഒരുപാട് ഫീൽ ആവുന്നു. അവളും കൂടെ കാരണമാണല്ലോ ക്ലാരയ്ക്ക് അത് സംഭവിച്ചത്. പക്ഷെ ലൂ അവളോട് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ രണ്ടുപേരെയും ഇത്രയും നാളും വേദനയിലാക്കിയത് അവർക്ക് തന്നെയാണ് എന്ന് പറയുന്നു. അതിനുശേഷം അവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ ആ പഴയ സാധനങ്ങളെ എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അവൾക്കത് കാണുമ്പോൾ ഒരുപാട് സന്തോഷാവുന്നു. ഇവള് ഇത്രയും നാളും ഇവനെ മറന്ന് ജീവിച്ചത് കൊണ്ട് തന്നെ ഇവൾക്ക് അതോർത്ത് ഒരുപാട് ഫീൽ ആവുന്നുണ്ട്. ഇനി ഒരിക്കലും ഇവളുടെ ഓർമ്മ നഷ്ടപ്പെടരുത് എന്നാണ് ഇവളുടെ മനസ്സില്. ആ ഒരു സമയത്ത് തന്നെ ഇവള് കില്ലറായിട്ട് ഇവനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ ഇവളുടെ ഓർമ്മയിലോട്ട് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഇവളെ ബോധം കെട്ടി വീഴുന്നു. ലൂ ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഡോക്ടർ ഇവനോട് നിന്നെ പറ്റിയുള്ള എല്ലാ ഓർമ്മകളും ഇവളുടെ മെമ്മറിയിൽ നിന്ന് ഇപ്പൊ പോയിട്ടുണ്ട്, ഇനി നീ അവൾക്ക് പുതിയൊരു മനുഷ്യനായിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ലൂവിനെ ഡോക്ടർ വിളിച്ച് യുവി വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് ചാടിപ്പോയ വിവരം അറിയിക്കുന്നു. അവന് പെട്ടെന്ന് ടെൻഷനായിട്ട് അവളെ അന്വേഷിച്ചു പോവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ആക്ട്രസ് ഇവനെ വന്ന് തട്ടുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ യുവി തന്നെയാണ്. ഇവള് നേരത്തെ ഒരു കില്ലർ ആയിട്ടായിരുന്നെങ്കിൽ ഇപ്പോ ഒരു ആക്ട്രസ് ആയിട്ടാണ് ഇവളുടെ മനസ്സില്. അതുകൊണ്ട് തന്നെ ഇവനെ കണ്ട് നിങ്ങൾ എന്നെ രക്ഷിക്കാനായിട്ട് വന്നതാണോ, എന്റെ പിറകെ ഒരുപാട് ആരാധകരും പത്രക്കാരും ഒക്കെ ഉണ്ട്, എനിക്ക് അവരെ കൊണ്ട് സഹിക്കാനേ വയ്യ, എന്നെ ഒന്ന് രക്ഷിക്ക് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ഇവൻ ഫുള്ള് ഷോക്കായിട്ട് നിൽക്കാണ്. ഇവനെ ഫുള്ള് മറന്നല്ലോ, ഇവൻ ആരാണെന്ന് പോലും ഇവൾക്കിപ്പോ ഓർമ്മയില്ല. അപ്പോ ഇവന്റെ ഷർട്ടില് ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തിട്ട് ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ അവർക്കിടയിൽ പുതിയൊരു ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.